മദ്യപാന രോഗിയാണ്. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കല്യാണമായ എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ 2 ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഹായ് ഷിബു, ഹായ്. ഹായ് ഹായ് ഹായ്. നമ്മള് ശനിയാഴ്ചകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ബിബ് ക്വിസ് സ്റ്റഡി നമ്മൾ തുടരുകയാണ്. അപ്പോ ഈ ആഴ്ച നമ്മൾ ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഹൗ ഇറ്റ് വർക്ക്സ്. എന്താണ് അവിടെ ഇറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്? നമ്മുടെ പ്രോഗ്രാം, എങ്ങനെ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആൽക്കോളിസം അനോണിമസ് പറയുന്ന പ്രോഗ്രാം പ്രവർത്തിക്കുന്നു. ഇതാണ് ഇറ്റ് എന്നുള്ള വാക്കുകൊണ്ട് അവിടെ അർത്ഥാക്കുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ്. നമുക്ക് ഹൗവിന് ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ്, വില്ലിംഗ്നെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ അതിന്റെ ചില സ്പീക്കേഴ്സ് ഒക്കെ അത് ഉപയോഗിക്കുന്നത് കാണാം. ഇവിടെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നതാണെന്ന അർത്ഥത്തിലാണ് ഈ ഹെഡിങ് കൊടുത്തിരിക്കുക. ഈ പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നു. നമ്മളിവിടെ കടന്നുപോയ കുറെ ചാപ്റ്റേഴ്സിൽ ബിൽ വിൽസൺ കുറെ ഒരു ആദ്യത്തെ 3 പേജ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പേജ് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒപ്പീനിയനില്, പിന്നെ ദേർ ഈസ് എ സൊല്യൂഷനില്, ബില്ലിന്റെ കഥയില്, മോർ അബൌട്ട് ആൽക്കഹോളിസത്തില്, ഇതൊക്കെ കുറെ ആശയങ്ങൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 5ാമത്തെ ചാപ്റ്ററായ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ 3 പേജുകൾ ആണ് ഇന്ന് നമുക്ക് ഒരു പഠനാർത്ഥം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഈ ചില ചിന്തകൾ പങ്കുവെക്കണം. അതായത് ഞാനത് ചെറിയ ഒരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ കംസോഫേജിന്നും പാസിറ്റോണിന്നും ഒക്കെ എടുത്തിട്ടുള്ള രീതിയിലാണ്. അപ്പം അതിനകത്ത് ആ ഇംഗ്ലീഷിലുള്ളത് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് അതായിരിക്കും നല്ലത്. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയാതെ. എന്താണ് ബിൽ ഡബ്ല്യു ആശയം, അല്ലെങ്കിൽ എന്താണ് ബിൽ ഡബ്ല്യു യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയത് നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോഴാണ് കിട്ടുള്ള. പതിയെ മലയാളത്തിലേക്ക് മാറ്റി പറയുകയും ചെയ്യാം. ഓക്കെ. ബൈ ദിസ് ടൈം ഇൻ ദ റൈറ്റിംഗ് പ്രോസസ് ബിൽ തിങ്കിങ്, അതായത് നമ്മൾ കഴിഞ്ഞ 4 അധ്യായങ്ങളും അദ്ദേഹം എഴുതി. ബുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. അതുവരെയുള്ള ഓരോ പേജുകളും ഓരോ അധ്യായത്തിലും അദ്ദേഹം ഐ ഹാവ് തറോലി റിവ്യൂഡ് ദ പ്രോബ്ലം ഇൻ ദ ഡോക്ടർ ഒപ്പീനിയൻ. ഡോക്ടർ ഒപ്പീനിയനിലെ പ്രശ്നത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ചാപ്റ്റർ 1 ബിൽ സ്റ്റോറിയാണ് ചാപ്റ്റർ 1 ആൻഡ് പാർട്ട് ഓഫ് ചാപ്റ്റർ 2. ചാപ്റ്റർ 2വിന്റെ ഏതാനും ഭാഗത്തിൽ, അതായത് ദർ ഈസ് എ സൊല്യൂഷൻ, ഒരു പരിഹാരം ഉണ്ടെന്ന ഭാഗത്തിലും ഈ പ്രോബ്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ഹാവ് ടോൾഡ് ദം വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇഫ് ദേ ഡോണ്ട് ഫൈൻഡ് ദ സൊല്യൂഷൻ. ആ അധ്യായങ്ങളിലെല്ലാം നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചാപ്റ്റർ 3 എന്ന് പറയുന്ന മോർ അബൌട്ട് ആൽക്കഹോളിസം, അല്ലെങ്കിൽ മദ്യാസക്തിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിൽ ബിൽ ഡബ്ല്യു കുറേയും കൂടി നൂതന ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു മേക്ക് എ ഡിസിഷൻ, അതായത് പവർ ഗ്രേറ്റർ ദാൻ ഹ്യൂമൻ പവറിനേക്കാളും, അതായത് മനുഷ്യ ശക്തിയെക്കാളും വലിയൊരു ശക്തിയിലേക്ക് ആശ്രയിക്കുന്നതിന്റെ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വി അഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അജ്ഞേയവാദികളായ ഞങ്ങൾ എന്ന ആ അധ്യായത്തില് അദ്ദേഹം ഉയർന്ന ശക്തിയെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഉയർന്ന ശക്തി കണ്ടെത്താമെന്നതിനെ കുറിച്ചും വിവരിക്കുന്നുണ്ട്. അപ്പം അതുവരെ 4ാം അധ്യായം വരെ അദ്ദേഹം ഇതിന്റെ എല്ലാ പ്രിലിമിനറി ആയിട്ടുള്ള വർക്കുകളും ചെയ്തു കഴിഞ്ഞു. പ്രാഥമികമായിട്ടുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കി. അപ്പോ ഇനി അടുത്തത് വേണ്ടത് ഈ പ്രോഗ്രാമിന്റെ ആക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരു ഡീറ്റെയിലിംഗ് നടത്തുകയാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം ഹൗ ഇറ്റ് വർക്ക്സിലേക്ക് കിടക്കണം. അപ്പൊ ഹൗ ഇറ്റ് വർക്ക്സ് എങ്ങനെ ചെയ്യണമെന്ന് ബിൽ ഡബ്ല്യുവിന് അതുവരെ ഒരു ഐഡിയ ഇല്ല. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത് 10 കമാൻഡ്മെന്റ്സ് പോലെ, അല്ലെങ്കിൽ 10 കൽപ്പനകള് ക്രിസ്ത്യാനിറ്റിയുടെ കൊടുത്തതുപോലെ, അല്ലെങ്കിൽ മലയിലെ പ്രസംഗം എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ കുറെ പ്രസംഗങ്ങളുണ്ട്, അതുപോലെ ഒരു ചാപ്റ്ററാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അങ്ങനെ കംസ് ഓഫ് ഏജിലെ 159 പേജിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഇറ്റ് വാസ് നൗ റിയലൈസ്ഡ് ദാറ്റ് വി ഹാഡ് ഇനഫ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വിൻഡോ ഡ്രസ്സിംഗ് മെറ്റീരിയൽ. അതായത് ഇപ്പോ നമുക്ക് വ്യക്തമായി, നമുക്ക് അത്യാവശ്യത്തിന് എല്ലാ ബാക്ക്ഗ്രൗണ്ടുള്ള വസ്തുക്കളും കിട്ടിയിട്ടുണ്ട്. ഒരു തുടക്കത്തിനുള്ള എല്ലാ മെറ്റീരിയലുകളും നമുക്കുണ്ട്. ആൻഡ് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ് വി വുഡ് ഹാവ് ടു ടെൽ ഹൗ അവർ പ്രോഗ്രാം ഫോർ റിക്കവറി. അതായത് ഈ സമയത്ത് ആണ് നമുക്ക് ഈ പ്രോഗ്രാം ഫോർ റിക്കവറി, ഈ മോചനത്തിനുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. ഫ്രം ആൽക്കഹോളിസം
റിയലി വർക്ക്ഡ്, അതായത് മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കണം. ദ ബാക്ക് ബോൺ ഓഫ് ദ ബുക്ക് വുഡ് ഹാവ് ടു ബി ഫിറ്റഡ് ഇൻ റൈറ്റ് ഹിയർ. ഇവിടെയാണ്, ഈ 5-ാമത്തെ അധ്യായത്തിലാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് അതിന്റെ നട്ടെല്ല്, അല്ലെങ്കിൽ ബുക്കിന്റെ എല്ലാ നട്ടെല്ലെന്ന് പറയുന്ന ഭാഗം വെക്കേണ്ടത് ഇവിടെയാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. സോ ദാറ്റ് വാസ് ദ അസൈൻമെന്റ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ബട്ട് വാട്ട് വാസ് ദ എൻവയോൺമെന്റ്, ദ കൾച്ചർ ഓഫ് ദിസ് അൺനെയിംഡ് ഫ്ലഡ്ജിങ് സൊസൈറ്റി. അപ്പോൾ 1935 മുതൽ 1939 വരെ പേരില്ലാതിരുന്ന, അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെ പറഞ്ഞിരുന്ന ഈ സൊസൈറ്റിക്ക് എന്താണ് അഭിപ്രായം? വാട്ട് എക്സാക്ട്ലി വാസ് ദ പ്രോഗ്രാം ദേ വെർ ഫോളോയിങ് അറ്റ് ദാറ്റ് ടൈം? ഇപ്പൊ ഈ 4 വർഷങ്ങളിൽ, അതായത് 1935 മുതൽ 1939 ഏപ്രിൽ 10-നാണ് നമ്മുടെ ബുക്ക് റിലീസ് ചെയ്യുന്നത്. അതുവരെ ഉണ്ടായ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നില്ല, ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായും ചിന്തിച്ചു. കാരണം മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലാണ് അതുവരെയുള്ള, അല്ലെങ്കിൽ വാമൊഴിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പരസ്പരം അവർ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എബി താച്ചറിനെ പറ്റി പറയുന്നുണ്ട്. അതായത്, സിൻസ് എബീസ് വിസിറ്റ് ടു മീ ഇൻ ദ fall of 1934, we had gradually evolved that we called the word of mouth program. അതായത് എബി 1934 ബിൽ വിൽസനെ സന്ദർശിക്കുന്ന ആ സമയത്ത് അവര് ശരിക്കും വികസിപ്പിച്ചെടുത്തിരുന്നത് ഒരു വേർഡ് ഓഫ് മൗത്ത് പ്രോഗ്രാമാണ്, വാമൊഴിയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മോസ്റ്റ് ഓഫ് ദ ബേസിക് ഐഡിയ ഹാഡ് കം ഫ്രം ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അതിന്റെ ആശയങ്ങൾ മുഴുവൻ കടന്നു വന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നാണ്. പ്രത്യേകിച്ച് വില്യം ജെയിംസിന്റെ പുസ്തകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം കുറെ കാര്യങ്ങൾ സ്വീകരിച്ചു. ആ സമയത്ത് ഡോക്ടർ സിൽക്ക്വർത്ത് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചു. പിന്നീട് തോട്ട് സബ്ജക്ട് ടു കൺസിഡറബിൾ വേരിയേഷൻ. അപ്പം ഇറ്റ് ഓൾ ബോയിൽ ഡൗൺ ഇൻ ടു എ പ്രറ്റി കോൺസ്റ്റന്റ് പ്രൊസീജിയർ വിച്ച് കംപ്രൈസ്ഡ് 6 steps. അപ്പം ഇത്തരം പല കാര്യങ്ങൾ, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഡോക്ടർ സിൽക്ക്വർത്തിന്റെ അഭിപ്രായം അതൊരു വൈദ്യശാസ്ത്രപരമാണ്. വില്യം ജെയിംസിന്റെ ആണെങ്കിൽ അതൊരു സ്പിരിച്വൽ ബുക്കാണ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ തത്വങ്ങൾ, അങ്ങനെ കുറെ തത്വങ്ങളുണ്ട്. അപ്പൊ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചും വാമൊഴിയായി അവർ ഈ പ്രോഗ്രാമിനെ കൊണ്ടു നടന്നു. അപ്പം ഇതെല്ലാം കൂടി അവര് ചുരുക്കി, അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് അതൊരു 6 പടി പ്രോഗ്രാമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അത് ഏകദേശം എങ്ങനെയാണ്? ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, വി അഡ്മിറ്റഡ് ദാറ്റ് വി ആർ പവർലെസ് ഓവർ ആൽക്കഹോൾ. ലിക്വിഡ് എന്ന വാക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രഹരിക്കുക അല്ലെങ്കിൽ തോൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ലിക്വിഡ് എന്ന് വെച്ചാൽ നമ്മൾ മദ്യത്തിന് മുമ്പിൽ തോറ്റുപോയി, അല്ലെങ്കിൽ മദ്യത്താൽ നമ്മൾ പ്രഹരമേറ്റു, നമ്മുടെ മദ്യത്തിന് മുമ്പിൽ നമ്മൾ പവർലെസ് ആയി എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടാമത്തെ അവരുടെ ഇതെന്ന് പറഞ്ഞാൽ, വി മേഡ് എ മോറൽ ഇൻവെന്ററി ഓഫ് അവർ ഡിഫക്ട്സ് ഓർ സിൻസ്. അതായത് നമ്മുടെ തെറ്റുകളും പാപങ്ങളും ധാർമ്മികമായ ഒരു കണക്കെടുപ്പ് അവർ നടത്തി. മൂന്നാമത്, വി കൺഫസ്ഡ് ഓർ ഷെയർഡ് അവർ ഷോർട്ട് കമ്മിങ്സ് വിത്ത് അനദർ പേഴ്സൺ ഇൻ കോൺഫിഡൻസ്. മറ്റൊരാളോടും, അതായത് അവർ പങ്കുവെച്ചു അവരുടെ കുറവുകള്, പ്രശ്നങ്ങള്, ബലഹീനതകള് മറ്റൊരാളോട് ആത്മവിശ്വാസത്തോടുകൂടി പങ്കുവെച്ചു. നാലാമത്, വി മേഡ് റെസ്റ്റിറ്റ്യൂഷൻ ടു ഓൾ ദോസ് വി ഹാഡ് ഹാമഡ് ബൈ അവർ ഡ്രിങ്കിങ്. അതായത് പ്രായശ്ചിത്തം ചെയ്യുക, ആരെയൊക്കെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അവരോടെല്ലാം പ്രായശ്ചിത്തം തരികയും ചെയ്യുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്തു. അഞ്ചാമത്, വി ട്രൈ ടു ഹെൽപ്പ് അതർ ആൽക്കഹോളിക്സ്. മറ്റ് ആൽക്കഹോളിക്സിനെ സഹായിക്കാൻ ശ്രമിച്ചു, വിത്ത് നോ തോട്ട് ഓഫ് റിവാർഡ് ഇൻ മണി ഓർ പ്രസ്റ്റീജ്. പണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് അഭിമാനത്തിന്റെയോ, അതായത് റിവാർഡുകളൊന്നും, ഒരു റിവാർഡും മേടിക്കാതെ തന്നെ അവര് മറ്റ് ആൽക്കഹോളിക്കുകളുമായിട്ട് പ്രവർത്തിച്ചു. അതാണ് അവരുടെ അഞ്ചാമത്തെ പടി. ആറാമത്തെ പടി, വി പ്രേഡ് ടു വാട്ട് എവർ ഗോഡ് വി തോട്ട് there was for power a practice this precepts. അപ്പൊ ദൈവത്തെ കുറിച്ച് എന്തൊരു ദൈവസങ്കല്പമാണോ ആ പവറിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പരിശീലനം നേടുകയും ചെയ്തു. പ്രേഡ് ടു വാട്ട് എവർ ഗോഡ് വി തോട്ട്, നമ്മൾ ചിന്തിക്കുന്ന ഏത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഏത് ദൈവം ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കിയ ഏത് ദൈവം എന്നാണ് പിന്നീട് നമ്മൾ പറഞ്ഞെങ്കിലും അവരങ്ങനെയാണ് എഴുതിയത്. there was for power to practice this precept. അപ്പൊ ഇത് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി പ്രവർത്തിച്ചുകൊണ്ട് ആ ശക്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോയി.
ആൽക്കോളിക്സ് അനോണിമസിന്റെ പേജിൽ 160 അദ്ദേഹം ദിസ് വാസ് ദ സബ്സ്റ്റൻസ് ഓഫ് വാട്ട് ബൈ ദ ഫോൾ ഓഫ് 1938 വി വേർ ടെല്ലിംഗ് ന്യൂ കമേഴ്സ്. അതായത് ബിൽ ഡബ്ല്യു പറയണം, പുതിയ ആളുകളോട് 1938 കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്ന 6 പടി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സൂചന കൊടുക്കുന്നത് ബിഗ് ബുക്കിൽ തന്നെ ഹി സോൾഡ് ഹിംസെൽഫ് ഷോർട്ട്, അവനെ തന്നെ വിറ്റഴിച്ചു എന്നുള്ള, ചെറുതായി വിറ്റഴിച്ചു എന്നുള്ള ഏൾ ട്രീറ്റ് എന്ന് പറയുന്ന മറ്റൊരു എ അംഗമാണ് അദ്ദേഹം. ഹു ഹെൽപ്ഡ് ഫ്രം ദ ഫസ്റ്റ് എ ഗ്രൂപ്പ് ഇൻ ചിക്കാഗോ. ചിക്കാഗോയിലാണ് അദ്ദേഹം ആദ്യത്തെ എ ഗ്രൂപ്പ് സ്ഥാപിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്തത്. അദ്ദേഹം ഗീവ്സ് ദ അക്രോൺ വേർഷൻ ഓഫ് ദ 6 സ്റ്റെപ്സ് ആസ് ദേ വേർ തോട്ട് ഇൻ 1937. ആദ്യം നമ്മൾ പറഞ്ഞത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ വെർഷനാണ്. അടുത്ത് ഇപ്പൊ ഇവിടെ ഇദ്ദേഹം ഈ 200 നമ്മുടെ ബിഗ് ബുക്കിൽ തന്നെ 262 ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ പേജില് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആക്രോൺ ഗ്രൂപ്പുകാരുടെ 6 പടികളാണ്. അതായത് 1 കംപ്ലീറ്റ് ഡിപ്ലേഷൻ, അതായത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുക. 2 ഡിപ്പെൻഡൻസ് ആൻഡ് ഗൈഡൻസ് ഫ്രം എ ഹയർ പവർ. അപ്പോൾ ദൈവത്തിലേക്കുള്ള ഒരു ഡിപ്പെൻഡൻസും അദ്ദേഹത്തിനോടുള്ള ഒരു ഗൈഡൻസും വാങ്ങിക്കാനായിട്ട്. 3 മോറൽ ഇൻവെന്ററി, ധാർമ്മികമായ കണക്കെടുപ്പ്. 4 കൺഫെഷൻ, കുമ്പസാരം. 5 റെസ്റ്റിറ്റ്യൂഷൻ, പ്രായശ്ചിത്തം അല്ലെങ്കിൽ നഷ്ടപരിഹാരം. 6 കണ്ടിന്യൂഡ് വർക്ക് വിത്ത് അതർ ആൽക്കഹോൾസ്, മറ്റ് ആൽക്കഹോളിക്കുകളുമായിട്ട് വർക്ക് ചെയ്യുക. ഇത്തരം 6 പടികളിലൂടെയാണ് ആക്രോൺ ഗ്രൂപ്പുകാരും ന്യൂ കമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആക്രോൺ ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ജൂലൈ 1953 ഗ്രേപ്പ് വൈനിൽ വന്ന ഒരു ആർട്ടിക്കിളില് എ ഫ്രാഗ്മെന്റ് ഓഫ് ഹിസ്റ്ററി, അതായത് ഒറിജിൻ ഓഫ് ദ 12 സ്റ്റെപ്സ്, അതായത് 12 പടികളുടെ ഒറിജിനെ കുറിച്ച് ഒരു ഗ്രേപ്പ് വൈൻ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ ലേഖനം പിന്നീട് ദ ലാംഗ്വേജ് ഓഫ് ദ ഹേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ ഡബ്ല്യുവിന്റെ ലേഖനങ്ങളുടെ ഒരു കൂട്ടം ലേഖനങ്ങളുടെ ഒരു പുസ്തകമാണ് അത്, ലാംഗ്വേജ് ഓഫ് ദ ഹേർട്ട്. അതിനകത്ത് പേജ് നമ്പർ 200 ബില്ലിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് 3 years ആഫ്റ്റർ ഡോക്ടർ ബോബ് റിക്കവറി ഓവർ ഗ്രോയിങ് ഗ്രൂപ്പ്സ് അറ്റ് അക്രോൺ, അതായത് ഡോക്ടർ ബോബ് സുഖപ്പെട്ടതിന് ശേഷം അടുത്ത 3 വർഷങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ അക്രോൺ ഗ്രൂപ്പ് എങ്ങനെ വളർന്നു എന്ന് വെച്ചാൽ, ന്യൂയോർക്ക് ആൻഡ് ക്ലേവ്ലാൻഡ് എവോൾവ്ഡ് ദ സോ കോൾഡ് വേർഡ് ഓഫ് മൗത്ത് പ്രോഗ്രാം ഓഫ് അവർ പയനിയറിംഗ് ടൈം. അതായത് നമ്മുടെ തുടക്കത്തില് വാമൊഴിയായിട്ടാണ് ഈ പ്രോഗ്രാം വളർന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വളർന്നുകൊണ്ടിരുന്നത്, ആളുകൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് വാമൊഴിയായിട്ടാണ്. As we commenced to form a society separate from the Oxford group, അവിടെ നമ്മൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപിരിയാൻ നമ്മൾ തീരുമാനിച്ചു. We began to state our principle something like this. നമ്മുടെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അത് വാമൊഴിയായിട്ട് തന്നെ നമ്മുടെ പ്രിൻസിപ്പിൾ ഇത് ഏകദേശം ഇതുപോലെ മാറ്റി. 1, വി അഡ്മിറ്റഡ് ദാറ്റ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ, നമ്മൾ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനം സമ്മതിച്ചു. 2, വി ഗോട്ട് ഹോണസ്റ്റ് വിത്ത് അവർ സെൽസ്, രണ്ടാമത് നമ്മൾ സ്വയം സത്യസന്ധരായിട്ട് മാറി. വി ഗോട്ട് ഹോണസ്റ്റ് വിത്ത് അനദർ പേഴ്സൺ ഇൻ കോൺഫിഡൻസ്, മറ്റൊരു അംഗത്തോടും സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളെല്ലാം, തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞു. അപ്പൊ രണ്ടാമത്തേല് നമ്മളോട് തന്നെ സത്യസന്ധനായി. മൂന്നാമത്തേല് നമ്മൾ മറ്റൊരാളോട് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കണക്കെടുക്കേണ്ട സമയത്ത് കോൺഫിഡൻസോടുകൂടി, നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി തെറ്റുകൾ ഏറ്റുപറഞ്ഞു. 4, വി മെയ്ഡ് അമെൻസ് ഫോർ ഹാംസ് ഡൺ അതേഴ്സ്, മറ്റുള്ളവരിലോട് രമ്യതയിൽ ഏർപ്പെടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു. 5, വി വർക്ക്ഡ് വിത്ത് അതർ ആൽക്കഹോൾസ് വിത്തൗട്ട് എ ഡിമാൻഡ് ഫോർ പ്രസ്റ്റീജ് ഓർ മണി. നമ്മള് മറ്റു മദ്യാസക്തരുമായിട്ട് പ്രവർത്തിച്ചു. അവിടെ ഡിമാൻഡ് ഫോർ പ്രസ്റ്റീജ് ഓർ മണി, അഭിമാനത്തിനോ പണത്തിനോ നമ്മൾ ഒന്നും അല്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് ഒരു റിവാർഡുകളും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു. അതാണ് 5ാമത്തെ പടിയായിട്ട്. 6ാമത്തെ പടി, വി പ്രേയർഡ് ടു ഗോഡ് ടു ഹെൽപ്പ് us ടു ദിസ് തിങ്സ് ആസ് ബെസ്റ്റ് ആസ് വി കുഡ്. അതായത് നമുക്ക് കഴിയുന്ന ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതാണ് ഏകദേശം അവരുടെ 6 സ്റ്റെപ്പുകൾ ആ കാലത്തുണ്ടായിരുന്നത്. These principles are advocated according to the liking of each of us. അപ്പൊ ഇത് പല കാര്യങ്ങളിലൂടെയാണ് ഒഴുകി നീങ്ങിയത്. 1, വേർഡ് ഓഫ് മൗത്ത്, അതായത് വാമൊഴിയായിട്ട്. സബ്ജക്ട് ടു കൺസിഡറബിൾ വേരിയേഷൻ, ഇത് പലപ്പോഴും വാമൊഴി ആവുമ്പോൾ തന്നെ പലപ്പോഴും ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി, ചിലപ്പോൾ ഇത് മൊത്തം കാര്യങ്ങളും ചെയ്യാതെ വരും. സംതിങ് ലൈക്ക് ദിസ്, ഏകദേശം ഇതുപോലെ ചെയ്യും.
അക്കോർഡിംഗ് ടു ദ ലൈക്കിംഗ് ഓഫ് ഈച്ച് ഓഫ് us. ചില ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ച് പടികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് the need for consistency was critical before the program became distorted and diluted to the point of being unrecognizable. അതായത് ഇങ്ങനെ തുടർച്ചയായി പോയി കഴിയുമ്പോൾ എഴുതി വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരികയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഡൈല്യൂട്ട്, അതായത് വെള്ളം ചേർക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിലുള്ള പ്രോഗ്രാം അല്ലാതെ മാറുകയും ചെയ്യും. പിന്നീട് ആരും ഇത് അൺറെക്കഗ്നൈസബിൾ, ആരും ഇത് തിരിച്ചറിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത അവർ മുൻകൂട്ടി തന്നെ കണ്ടു. സോ ബിൽ ഡബ്ല്യുവിന്റെ അസൈൻമെന്റ് എന്താണ്? ദെൻ ഹി വാസ് ടു സ്റ്റേറ്റ് ദ പ്രോഗ്രാം ഇൻ റൈറ്റിംഗ്, നോ മോർ വേർഡ് ഓഫ് മൗത്ത് ഇന്റർപ്രിട്ടേഷൻ. അദ്ദേഹം വിചാരിച്ചു ഇനി നമ്മൾ എഴുതി തന്നെ ഈ പ്രോഗ്രാം പറയണം, നമ്മൾക്ക് വാമൊഴിയായിട്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ഹി റോട്ട് ദ ഫസ്റ്റ് 3 pages ഓഫ് ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് വാട്ട് ദ എക്സ്പെക്ടേഷൻ ആൻഡ് റീച്ച് ഓഫ് ദ ഫെലോഷിപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ 3 പേജുകളിൽ എങ്ങനെയാണ് അദ്ദേഹം റൈറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഹൗ ഇറ്റ് വർക്ക്സിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്താണ് നമ്മുടെ ഫെലോഷിപ്പിന്റെ റിയാക്ഷൻ. Bill wrote the 12 steps while lying in bed at 182 Clinton Street with the pencil in hand and a pad of yellow scratch paper on his knee. പാസിറ്റോണില് 197 അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ബിൽ ഡബ്ല്യു 12 പടികൾ എഴുതിയത് അദ്ദേഹം 152 ക്ലിന്റൺ സ്ട്രീറ്റിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ബെഡിലിരുന്നു കിടന്നുകൊണ്ട് പെൻസിൽ അദ്ദേഹത്തിന്റെ ഒരു കയ്യിലും ഒരു മഞ്ഞ പാട് ഉള്ള പേപ്പർ, യെല്ലോ കളറുള്ള പേപ്പറിലാണ് അദ്ദേഹത്തിന്റെ മുട്ടുകാലയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കിടന്നുകൊണ്ടാണ് നമ്മുടെ 12 പടികൾ എഴുതിയത്. ലാംഗ്വേജ് ഓഫ് ഹേർട്ടില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രാഗ്മെന്റ് ഓഫ് ഹിസ്റ്ററിയില് പേജ് നമ്പർ 200 അദ്ദേഹം വീണ്ടും എഴുതുന്നുണ്ട്. ഒറിജിൻ ഓഫ് ദ 12 സ്റ്റെപ്സ് എന്നാണ് അതിന്റെ ഹെഡിങ്. അതായത് എങ്ങനെയാണ് 12 പടികൾ ഉടലെടുത്തത് എന്നുള്ളതാണ്. ഐ വെൽ റിമെമ്പർ ദ ഈവനിങ് ഓൺ വിച്ച് ദ 12 സ്റ്റെപ്സ് വെയർ റിട്ടൺ. ഞാൻ അന്ന് 12 പടികൾ എഴുതിയത് കൃത്യമായി ഓർക്കുന്നുണ്ട്. ആ വൈകുന്നേരം ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട്. ഐ വാസ് ലൈങ് ഇൻ ബെഡ് ക്വൈറ്റ് ഡിജക്റ്റഡ്. ഞാൻ വളരെ വിഷണ്ണനായി അല്ലെങ്കിൽ മുഖം വാടിയ അവസ്ഥയില് ആൻഡ് സഫറിങ് ഫ്രം വൺ ഓഫ് മൈ ഇമാജിനറി അൾസർ അറ്റാക്ക്. അദ്ദേഹത്തിന് ഒരു അൾസർ അറ്റാക്ക് ഭാവനയിലാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ഇമാജിനറി അൾസർ അറ്റാക്കുമായിട്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്. 4 chapters of the book Alcoholism had been roughed out and read in meetings at Akron and New York. 4 ചാപ്റ്ററുകൾ എഴുതി കഴിഞ്ഞു. അത് എല്ലാ മീറ്റിങ്ങിലും ഞാൻ വായിച്ചു. അക്രോണിലും ന്യൂയോർക്കിലുള്ള മീറ്റിങ്ങിൽ വായിക്കുകയും അവരുടെ സമ്മതം മേടിക്കുകയും ചെയ്തു. വി ക്വിക്ലി ഫൗണ്ട് ദാറ്റ് എവരിബഡി വാണ്ടഡ് ടു ബി ആൻ ഓതർ. അപ്പോ ഒരു കാര്യം മനസ്സിലായി, എല്ലാവർക്കും ഇതിന്റെ രചയിതാക്കളായി മാറണം. The Hassels തർക്കം മൂർച്ഛിച്ചു. as to what should go into our new book were terrific. എന്താണ് നമ്മുടെ ബുക്കിൽ പോകേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ വളരെ മൂർച്ഛിച്ചു. ഫോർ എക്സാമ്പിൾ, സം വാണ്ടഡ് എ പ്യൂർലി സൈക്കോളജിക്കൽ ബുക്ക്. ചിലർക്ക് ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ബുക്കായിരിക്കണം. എ ഫ്യൂ ലെഡ് ബൈ അവർ വണ്ടർഫുൾ സൗത്തേൺ ഫ്രണ്ട് ഫിറ്റ്സം വാണ്ടഡ് എ ഫെയർലി റിലീജിയസ് ബുക്ക്. അതായത് ഫിറ്റ്സം എന്ന് പറയുന്ന നമ്മുടെ അതിമനോഹരനായ സദേൺ ഫ്രണ്ട് AA മെമ്പറാണ്. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം ആദ്യം ഒരു എത്തിയസ്റ്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ദൈവവിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു റിലീജിയസ് ബുക്ക് ആയിരിക്കണം, ഇൻഫ്യൂസ്ഡ് വിത്ത് സം ഓഫ് ദ ഡോഗ്മ. അതായത് പണ്ട് നമുക്ക് ലഭിച്ചിരുന്ന ചില തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു റിലീജിയസ് ബുക്കായിട്ട് എഴുതാം. വി ഹാഡ് പിക്ഡ് അപ്പ് ഫ്രം ദ ചർച്ചസ് ആൻഡ് മിഷൻസ് വിച്ച് ഹാഡ് ട്രൈഡ് ടു ഹെൽപ്പ് അസ്. അതായത് നമ്മളെ സഹായിച്ച ചർച്ചുകളിൽ നിന്നും മിഷനുകളിൽ നിന്നും നമുക്ക് ഇത്തരം അവരുടെ ആശയങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് നമുക്കിതൊരു റിലീജിയസ് ബുക്കാക്കാം. ദ ലൗഡർ ദിസ് ആർഗ്യുമെന്റ്സ് ദ മോർ ഐ ഫെൽറ്റ് ഇൻ ദ മിഡിൽ. ബിൽ ഡബ്ല്യു പറയുന്നത് ഈ ആർഗ്യുമെന്റ് കൂടി വന്നപ്പോൾ അദ്ദേഹം അതിന്റെ മിഡിൽ നിൽക്കാനാണ് ശ്രമിച്ചത്. ഇറ്റ് അപ്പിയർഡ് ദാറ്റ് ഐ വാസന്റ് ഗോയിങ് ടു ബി ദ ഓതർ അറ്റ് ഓൾ. ഇത് ചില സമയത്ത് തോന്നി ഞാൻ ആ ബുക്കിന്റെ ഒരിക്കലും ഓതർ ആവുകയില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ എഴുതുകയില്ല എന്ന് തോന്നി. ഐ വാസ് ഓൺലി ഗോയിങ് ടു ബി ആൻ അമ്പയർ ഹു വുഡ് ഡിസൈഡ് ദ കണ്ടന്റ് ഓഫ് ദ ബുക്ക്. ചില സമയങ്ങളിൽ എനിക്ക് തോന്നി ഞാൻ അതിനകത്തൊരു മീഡിയേറ്റർ ആണ്. ഞാൻ ആ ബുക്കിലുള്ള കണ്ടന്റിന്റെ ഇവര് തീരുമാനിക്കുന്ന കാര്യങ്ങളുടെ
ഒരു അമ്പയർ ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നി. ഹാവിംഗ് അറൈവ്ഡ് അറ്റ് ചാപ്റ്റർ 5 ഇറ്റ് സീംഡ് ഹൈ ടൈം ടു സ്റ്റേറ്റ് വാട്ട് അവർ പ്രോഗ്രാം റിയലി വാസ്. അങ്ങനെ നമ്മൾ ചാപ്റ്റർ 5 എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയേണ്ടതുണ്ട്. ഐ റിമെമ്പർ റണ്ണിങ് ഓവർ ഇൻ മൈ മൈൻഡ് ദ വേർഡ് ഓഫ് മൗത്ത് പ്രസന്റ് ഇൻ കറന്റ് യൂസ്. അപ്പോ വാമൊഴിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതി വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ജോട്ടിങ് ദിസ് ഡൗൺ, അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് പോലെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ചുരുക്കമായിട്ടെങ്കിലും ആഡഡ് അപ് ടു ദ സെക്സ് നെയിംഡ് എബവ്. അപ്പൊ ഈ 6 പടികളാണ് നമ്മൾ നേരത്തെ വായിച്ച ആ 6 പടികളിൽ നിന്നും നമുക്ക് കൃത്യമായി എഴുതി വെക്കേണ്ടതുണ്ട്. ദെൻ കെയിം ദ ഐഡിയ ദാറ്റ് അവർ പ്രോഗ്രാം ought to be more accurately and clearly stated. അങ്ങനെ ആ 6 പടികള് കൃത്യമായി എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം കൃത്യം ആക്യുറേറ്റ്ലി ആൻഡ് ക്ലിയർലി സ്റ്റേറ്റഡ് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും എഴുതി വെക്കേണ്ടതുണ്ട്. ഡിസ്റ്റന്റ് റീഡർ ഹാവ് എ പ്രഷ്യസ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അപ്പൊ വളരെ ദൂരെ എന്നൊക്കെ വായിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇതിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോയിങ് ദ ആൽക്കഹോളിക്സ് എബിലിറ്റി ടു റാഷണലൈസ്. അപ്പൊ യുക്തിപരമായിട്ടൊരു ചിന്തയ്ക്ക് അവന് വഴി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. സംതിങ് ഓൾ റൈറ്റ് വുഡ് ഹാവ് ടു ബി റിട്ടൺ. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതി വെക്കുക എന്നുള്ള, അല്ലെങ്കിൽ എഴുതി വെച്ച കാര്യങ്ങൾ യുക്തിപരമായി ചിന്തിക്കാനായിട്ട് ആൽക്കഹോളിക്കിനെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം. വി കുഡിന്റ് ടെൽ ദ റീഡർ വിഗിൾ ഔട്ട് എനിവേർ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്, വായിക്കുന്ന ആൾക്ക് ഒരു സംശയത്തിന്റെ നിഴൽ പോലും അടിക്കാതെ നമുക്ക് നോക്കണം. ഡിസൈഡ് എ മോർ കോംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് വുഡ് ഹെൽപ്പ് ഇൻ ദ ചാപ്റ്റർ ടു കം വേർ വി വുഡ് നീഡ് ടു ഷോ എക്സാക്ട്ലി ഹൗ ദ റിക്കവറി പ്രോഗ്രാം വുഡ് ടു ബി വർക്ക്ഡ്. അപ്പോ ഏറ്റവും ചുരുക്കത്തില് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ ഈ മോചനത്തിന്റെ ഈ പദ്ധതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കണം. ഇതിനെ തുടർന്ന് ആൽക്കോളിക്സ് അനോണിമസിന്റെ കംസ് ഓഫ് ഏജിൽ 161, 162 ബില്ല് പടികളെ പറ്റി, എങ്ങനെയാണ് പടികൾ എഴുതിയതിനെ പറ്റി പറയണം. ദിസ് പർട്ടിക്കുലർ ഈവനിങ്, അദ്ദേഹം ബെഡിൽ കിടക്കുന്ന ആ ഈവനിങ്ങില്, ആ വൈകുന്നേരം, ആസ് മൈ മൈൻഡ് റൺ ഓവർ ദിസ് ഡെവലപ്മെന്റ്സ്, ഓരോ വികസനത്തെ കുറിച്ച് ഇങ്ങനെ, ഈ പടികളുടെ വികസനത്തെ കുറിച്ച് ഇങ്ങനെ എന്റെ മനസ്സ് പോയി. ഇറ്റ് സീം ടു മീ ദാറ്റ് ദ പ്രോഗ്രാം വാസ് സ്റ്റിൽ നോട്ട് ഡെഫിനിറ്റ് ഇനഫ്. അപ്പൊ പ്രോഗ്രാം, അതായത് ഈ 6 പടിയുള്ള പ്രോഗ്രാം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അദ്ദേഹം അത് ഡെഫിനിറ്റ് ഇനഫ്, അത് കൃത്യതയില്ല. അവർ ലിറ്ററേച്ചർ വുഡ് ഹാവ് ടു ബി ആസ് ക്ലിയർ ആൻഡ് കോംപ്രഹെൻസീവ് ആസ് പോസിബിൾ. അതായത് വ്യക്തതയും വളരെ കൃത്യവുമായിരിക്കണം, സാധ്യമായിരിക്കണം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അവർ സ്റ്റെപ്സ് വുഡ് ഹാവ് ടു ബി മോർ എക്സ്പ്ലിസിറ്റ്. അതായത് നമ്മുടെ പടികളും വളരെ വ്യക്തമായിരിക്കണം, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം. ദിസ് മസ്റ്റ് നോട്ട് ബി എ സിംഗിൾ ലൂപ്പ് ഹോൾ ത്രൂ വിച്ച് ദ റാഷണലൈസ്ഡ് ആൽക്കഹോളിക് കുഡ് വിഗിൾ ഔട്ട്. അതായത് എന്തെങ്കിലും കൃത്രിമത്വം തോന്നി ഈ ആൽക്കഹോളിക്ക് പുറത്ത് ചാടി പോകാവുന്ന ഒരു ലൂപ്പ് ഹോൾ, ഒരു സിംഗിൾ ലൂപ്പ് ഹോൾ പോലും ഈ പടികൾക്ക് ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഫൈനലി ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അവസാനം ഞാൻ എഴുതാൻ തുടങ്ങി. ഐ സെറ്റ് ഔട്ട് ടു ഡ്രാഫ്റ്റ് മോർ ദാൻ 6 സ്റ്റെപ്സ്. ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ 6 പടികളൊക്കെ കൂടുതലായി. ഹൗ മെനി മോർ ഐ ഡിഡ് നോട്ട് നോ. എത്രമാത്രം അധികം അതെനിക്ക് അറിയില്ല. ഐ റിലാക്സ്ഡ് ആൻഡ് ആസ്ക്ഡ് ഫോർ ഗൈഡൻസ്. ഞാൻ കുറച്ചു നേരം വിശ്രമിക്കുകയും ദൈവസഹായം ആവശ്യപ്പെടുകയും ചെയ്തു, മാർഗനിർദ്ദേശം ആവശ്യപ്പെടുകയും ചെയ്തു. വിത്ത് എ സ്പീഡ് ദാറ്റ് വാസ് അസ്റ്റോണിഷ്ഡ്. അങ്ങനെ ഞാൻ, ആ സ്പീഡ് എനിക്ക് ഭയങ്കര എന്നെ പരിഭ്രാന്തപ്പെടുത്തി, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തി. ഐ കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഞാൻ അങ്ങനെ ആദ്യത്തെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കി. ഇറ്റ് ടുക്സ് പെർഹാപ്സ് ഹാഫ് ആൻ അവർ. ഇത് അരമണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. ദ വേർഡ്സ് കെപ്റ്റ് റൈറ്റ് ഓൺ കമ്മിങ്. ആ വാക്കുകൾ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അറ്റ് ദിസ് മൊമെന്റ് എ കപ്പിൾ ഓഫ് ലേറ്റ് കോളേഴ്സ് അറൈവ്ഡ്. ഈ എഴുത്ത് കഴിഞ്ഞപ്പോൾ 2 ആളുകൾ എന്നെ കാണാൻ വന്നു. വൺ ഓഫ് ദം വാസ് ഹൊവാർഡ് എ. ഒരാള് ഹൊവാർഡ് എ ആണ് എന്ന് പറയുന്ന ഒരു ന്യൂകമറാണ്, വിത്ത് എ ന്യൂകമർ. ഹൊവാർഡ് എ വിത്ത് എ ന്യൂകമർ. ഐ വാസ് ഗ്രേറ്റ്ലി പ്ലീസ്ഡ് വിത്ത് വാട്ട് ഐ ഹാഡ് റിട്ടൺ. ഞാൻ എന്താണ് എഴുതി വെച്ചതിനെ കുറിച്ചോർത്ത് ഞാൻ സന്തോഷിച്ചു. ആൻഡ് ഐ റീഡ് ദം ദ ന്യൂ വേർഷൻ ഓഫ് ദ പ്രോഗ്രാം. ഞാൻ ആ ഞാൻ എഴുതിയ പ്രോഗ്രാമിനെ കുറിച്ച്, പുതിയ വേർഷനെ കുറിച്ച് അവരോട് പറഞ്ഞു. നൗ ദ 12 സ്റ്റെപ്സ് ഹൊവാർഡ് ആൻഡ് ഹിസ് ഫ്രണ്ട് റിയാക്ട്ലി വയലന്റ്ലി. അപ്പോഴാണ് ഹൊവാർഡും അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകാരനും വളരെയധികം ദേഷ്യപ്പെട്ടു. വൈ 12 സ്റ്റെപ്സ്? എന്തിനാണ് 12 പടികൾ? യു ഹാവ് ഗോട്ട് ടു മച്ച് ഗോഡ് ഇൻ ദിസ് സ്റ്റെപ്സ്. നിങ്ങൾ ഒരുപാട് ദൈവത്തെ ഈ സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്നു. യു വിൽ സ്കെയർ പീപ്പിൾ അവേ. നിങ്ങൾ ആളുകളെ ഭയപ്പെടുത്തും. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഗെറ്റിംഗ് ദോസ് ഡ്രിങ്ക്സ് ഡൗൺ ഓൺ ദെയർ നീസ്? നിങ്ങൾ കുടിച്ചു വരുന്ന മദ്യാസക്തരോട് മുട്ടിന്മേൽ നിൽക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നു?
when they ask to have all their shortcomings removed. നിങ്ങൾ എന്തിനാണ് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഷോർട്ട് കമ്മിങ്സ് റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളും മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുന്നത്? ആൻഡ് ഹൂ വാണ്ട്സ് ഓൾ ദെയർ ഷോർട്ട് കമ്മിങ്സ് റിമൂവ്ഡ് എനി ഹൗ? ആർക്കാണ് അവരുടെ ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ റിമൂവ് ചെയ്യേണ്ടതിന്റെ ആവശ്യം? യു ഹാവ് ഗോട്ട് ടു ടോൺ ഇറ്റ് ഡൗൺ. നിങ്ങൾ ഈ ശൈലി മാറ്റണം. ഇറ്റ്സ് ടു സ്റ്റിഫ്. ഇത് വളരെ സ്റ്റിഫാണ്, കഠിനമാണ്. ദ ആവറേജ് ആൽക്കഹോളിക് ജസ്റ്റ് വോണ്ട് ബൈ ഇറ്റ് ദ വേ ഇറ്റ് സ്റ്റാൻഡ്. ഇത് ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചാൽ ഒരു ആവറേജ് ആൽക്കഹോളിക്ക് ഇത് വാങ്ങുകയോ വായിക്കുകയില്ല. ഐ സ്പ്രാങ് ടു ദ ഡിഫൻസ് ഓഫ് ദ ന്യൂ ക്രിയേഷൻ. ഞാൻ അതായത് ബിൽ വിൽസന് ഇതിന് എതിരായിട്ട് സംസാരിക്കാനായിട്ട് ആർഗ്യുമെന്റ് ചെയ്തു. എവരി സിംഗിൾ വേർഡ് ഓഫ് ഇറ്റ്. ഞാൻ അതിനു വേണ്ടി ആർഗ്യൂ ചെയ്തു. എ ടെറിഫിക് ഡിസ്കഷൻ ഡെവലപ്ഡ്. അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച വികസിച്ചു വന്നു. വിച്ച് കൂൾഡ് ഓൺലി വെൻ ലൂയിസ് സ്റ്റാൻഡ് അപ്പ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ലേറ്റർ. ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ലൂയിസ് അവിടെ വന്നപ്പോഴാണ് ആ ചർച്ച ഒന്ന് തണുത്തത്. വൈ ഡോണ്ട് യു ഫോർഗോട്ട് അബൌട്ട് ഇറ്റ് ഫോർ എ വൈൽ, ഷീ സെഡ്. അവൾ ചോദിച്ചു, നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് സമയം ഒന്ന് മറന്നിരുന്നുകൂടെ? ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് കോഫി. നിങ്ങൾ കോഫി കുടിക്കൂ. ദിസ് വി ഡിഡ്. ഞങ്ങള് കോഫി കുടിച്ചു. ഹവർ അപ്പോൺ അവേക്കനിങ് ദ നെക്സ്റ്റ് ഡേ. അപ്പൊ അവര് അത് കോഫി കുടിച്ചിട്ട് പോയി. അതിനുശേഷം അടുത്ത രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ ബിൽ വാസ് ജസ്റ്റ് ആസ് കമ്മിറ്റഡ് ടു ദിസ് ന്യൂ ക്രിയേഷൻ ആൻഡ് സെറ്റ് ഔട്ട് ടു പ്രസന്റ് ഇറ്റ് ടു ദി റെസ്റ്റ് ഓഫ് ദ ഫെലോഷിപ്പ്. അപ്പം ബിൽ വിൽസൺ ഈ പുതിയ ക്രിയേഷൻ അല്ലെങ്കിൽ 12 പടികള് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട്, ആൻഡ് ദാറ്റ്സ് വെൻ ദ ക്രാപ്പ് ഹിറ്റ് ദ ഫാൻ. വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്, ദേ സെഡ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു, വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്? എന്താണത്? എന്ത് നരകമാണത്? ഗോഡ് ഗേവ് മെൻ 10 commandments. ദൈവം 10 പടികൾ നൽകി. നൗ യു ഹാവ് ഗോട്ട് 12. നിങ്ങൾ 12 പടികൾ തരുന്നു. ആൻഡ് 6 ഹാഡ് ബീൻ ക്വൈറ്റ് സഫിഷ്യന്റ് ഫോർ us until now. നമുക്ക് 6 പടികൾ മാത്രം പോരെ? നമുക്ക് ഇത് പോരെ? സഫിഷ്യന്റ് അല്ലേ? ദിസ് സൗണ്ട്സ് ടു മച്ച് ലൈക്ക് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അബ്സല്യൂട്ട്സ്. ഈ ഇത്തരം കാര്യങ്ങളെല്ലാം, നിങ്ങൾ എഴുതിയേക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അബ്സല്യൂട്ട് പരിപൂർണതകളിലേക്ക് തുല്യമാണ്. യു ഹാവ് ഗിവിംഗ് പീപ്പിൾ ഡയറക്ഷൻ. നിങ്ങൾ ആളുകളെ നിയന്ത്രിക്കാൻ നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ആൻഡ് യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ടെൽ എനിബഡി വാട്ട് ദേ ഹാവ് ടു ഡു. നിങ്ങൾ ആരോടും അവരെന്ത് ചെയ്യണമെന്ന് പറയേണ്ടതില്ല. സം വാണ്ടഡ് മോർ ക്രിസ്ത്യൻ ഡോക്ട്രൈൻ. ചില അംഗങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ രീതിയിൽ എഴുതണം. സം വാണ്ടഡ് മോർ യൂസ് ഇൻ ദ വേർഡ് ഗോഡ്. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ പറയണം. അതർ വാണ്ടഡ് ദ വേർഡ് ഗോഡ് ഡിലേറ്റഡ് ഫ്രം ദ ബുക്ക് എൻറ്റയർലി. ചിലർക്ക് ദൈവം എന്ന വാക്ക് ബുക്കിൽ നിന്ന് മാറ്റണം. വൺ ഗ്രൂപ്പ് വാണ്ടഡ് എ മോർ സൈക്കോളജിക്കൽ. ഒരു ഗ്രൂപ്പിന് മോർ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. റാദർ ദാൻ സ്പിരിച്വൽ അപ്രോച്ച്. അതായത് ആത്മീയമായിട്ടുള്ള അപ്രോച്ച് വേണ്ട, സ്പിരിച്വൽ ആയിട്ടുള്ള അപ്രോച്ച് വേണമെന്ന് ചില ഗ്രൂപ്പുകൾ പറഞ്ഞു. ആൻഡ് ബിൽഡ് ദിസ് ആൻഡ് ബിൽഡ് ദാറ്റ്. അങ്ങനെ ബില്ലിനോട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന അവർ പറഞ്ഞു. ആൻഡ് ദിസ് ക്വാറലിംഗ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയ്ഡ് ദ എൻറ്റയർ ഫെലോഷിപ്പ് ആസ് വെൽ ആസ് ദ ബുക്ക് പ്രോജക്ട്. ഈ വഴക്ക് അല്ലെങ്കിൽ ഈ തർക്കം ഏകദേശം ഫെലോഷിപ്പിനെയും, നമ്മുടെ ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ഫെലോഷിപ്പിനെയും ബുക്കിന്റെ പ്രൊജക്ടിനെയും ഏകദേശം തകർത്തു. As the one who had to do the writing, I was caught squarely in the middle of this arguing. As the one who had to do the writing, അതായത് ബിൽ ഡബ്ല്യു ആണ് ഇത് റൈറ്റ് ചെയ്യുന്നത്. ഐ വാസ് സ്ക്വയർലി ഇൻ ദ മിഡിൽ ഓഫ് ദിസ് ആർഗ്യുമെന്റ്. ഞാൻ, അതായത് ബിൽ ഡബ്ല്യു ഇതിന്റെ എല്ലാം സെൻട്രലായിട്ട് നിന്നു. ഫോർ എ വൈൽ ടു ലുക്ക് ആസ് ഇഫ് വി വുഡ് ബോഗ് ഡൗൺ. ചെളിയിൽ മുങ്ങി താഴുന്ന പോലെ ഇൻ പെർമനന്റ് ഡിസഗ്രിമെന്റ്. പലരും ഒരു ഇതിനോട് ഡിസഗ്രി ചെയ്തുകൊണ്ട് സമ്മതമില്ലാതെ ഈ ചെളിയിൽ ഈ പ്രോജക്റ്റ് മുങ്ങി താഴുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഡിസ്പയറിംഗ് ഓഫ് സാറ്റിസ്ഫൈയിങ് എവരിവൺ. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഐ ഫൈനലി ആസ്ക്ഡ് ദാറ്റ് ഐ മൈറ്റ് ബി ദ ഫൈനൽ ജഡ്ജ് ഓഫ് വാട്ട് ദ ബുക്ക് സെഡ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാനായിരിക്കും ഇതിന്റെ ഫൈനൽ ജഡ്ജ്. സീയിങ് ദാറ്റ് വി വുഡ് ഗെറ്റ് നൗവെയർ വിത്തൗട്ട് സച്ച് എ പോയിന്റ് ഓഫ് ഡിസിഷൻ, ദേ അഗ്രീഡ്. അതായത് ഇദ്ദേഹം അവസാനം പറഞ്ഞു, ബിൽ ഡബ്ല്യു, നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് എന്നാൽ ഈ ബുക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കിങ്ങനെ ഒരു ബുക്ക് ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ പറയുന്ന എല്ലാ ആ ബുക്കിൽ കാണുന്ന എല്ലാ തെറ്റുകളും ഞാൻ തിരുത്താം. പക്ഷെ ഞാനായിരിക്കും അതിന്റെ ഫൈനൽ എഴുതുന്നത്. അങ്ങനെ അവര് അത് സമ്മതിച്ചു.
അക്കോർഡിംഗ് ടു ബിൽ ഇൻ ആൽക്കോഹോളിസം പേജ് 163 164 163 164 പേജുകളിലാണ് ബിൽ ഡബ്ല്യു കംസ് ഓഫ് ഏജിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. അതായത് അവസാനം ഇത്തരം പല തിരുത്തലുകളും വരുത്താമെന്നും താൻ എഴുതിയതല്ലാതെ തിരുത്തലുകൾ വരുത്താമെന്ന് ബിൽ ഡബ്ല്യു സമ്മതിക്കുകയും ബുക്കിന്റെ പ്രധാന എഴുത്തുകാരൻ താൻ തന്നെയായിരിക്കുമെന്നും പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഡിസിഷൻ ഞാൻ എഗ്രി ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അവരത് എഗ്രി ചെയ്തു. സോ ബിൽ എഗ്രീഡ് ടു സം മോഡിഫിക്കേഷൻ ഇൻ ദ ഫസ്റ്റ് 3 pages ഓഫ് ഹൗ ഇറ്റ് വർക്ക്സ്. അങ്ങനെ ബിൽ ഡബ്ല്യു എഴുതിയ ഹൗ ഇറ്റ് വർക്ക്സിന്റെ ആദ്യത്തെ 3 പേജുകളിലെ ചില തിരുത്തലുകൾ വരുത്താമെന്ന് ബിൽ ഡബ്ല്യു സമ്മതിച്ചു, ചില മോഡിഫിക്കേഷൻ. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടെസ്റ്റ്മെന്റ് ഓഫ് ബിൽസ് എബിലിറ്റി ആസ് എ ടീച്ചർ ആൻഡ് എ സെയിൽസ്മാൻ. അങ്ങനെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ബുക്കിനെ ഈ ലോകം മുഴുവൻ എത്തിക്കണമെന്നുള്ള ഒരു സെയിൽസ്മാൻ എന്ന രീതിയിൽ അദ്ദേഹം that most of what he originally wrote that night before Howard and the newcomer paid him a visit remained intact. അങ്ങനെ ഹൊവാർഡും അദ്ദേഹത്തിന്റെ പുതിയ ന്യൂകമർ ആയിട്ടുള്ള ആളും കൂടി അന്ന് രാത്രി അത് എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ടായ തർക്കങ്ങളും നമുക്ക് ഓർക്കാം. ബട്ട് ഫ്രം ദാറ്റ് പോയിന്റ് ഓൺവേർഡ് ഹി വാസ് ടു ബി ദ ഫൈനൽ ആർബിറ്റർ ഓഫ് വാട്ട് വെന്റ് ഇൻടു ദി ബുക്ക്. ആ തർക്കങ്ങൾക്കൊടുവിലാണ് ഇദ്ദേഹം ആ ബുക്കിന്റെ കംപ്ലീറ്റ് സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ചെയ്തു. സോ ലെറ്റ്സ് ബിഗിൻ അവർ സ്റ്റഡി ഓഫ് ചാപ്റ്റർ 5. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ 5 എന്തൊക്കെ തിരുത്തലുകളാണ് അദ്ദേഹം വരുത്തിയത്, ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ അദ്ദേഹത്തിനോട് വരുത്തിയ തിരുത്തലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് പിന്നീട് മലയാളം ബുക്ക് വായിക്കാം. ഒരു മിനിറ്റ്. അപ്പൊ ഹൗ ഇറ്റ് വർക്ക്സ്, യഥാർത്ഥത്തില് ഹൗ ഇറ്റ് വർക്ക്സും ഈ ഹൗ ഇറ്റ് വർക്ക്സിന്റെ ഒറിജിനലില് ബിൽ ഡബ്ല്യു എഴുതിയപ്പോഴും ഒരുപാട് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. അതില് ഒരു തിരുത്തൽ, റെയർലി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹു ഹാസ് തറോർലി ഫോളോവർഡ് അവർ പാത്ത് എന്നാണ് നമ്മൾ, അതായത് നമ്മുടെ പാത ശരിയായി, ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടുക വിരളമാണ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം അവിടെ ഒറിജിനലായിട്ട് ബിൽ ഡബ്ല്യു എഴുതിയത് റെയർലി വി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹു ഹാസ് തറോർലി ഫോളോഡ് അവർ ഡയറക്ഷൻസ് എന്നാണ്. അതായത് നമ്മുടെ ഡയറക്ഷൻസ് സ്വീകരിക്കുന്ന ഒരാൾ പരാജയപ്പെടുക എന്ന വിരളമാണെന്നാണ്. അത് അവർ പിന്നീട് പാത്ത് എന്ന രീതിയിൽ, പാത എന്ന രീതിയിൽ മാറ്റി. പിന്നീട് അവിടെ മറ്റൊരു ഇത് വന്നത്, അതിന് ആ പാരഗ്രാഫിൽ തന്നെ they are naturally incapable of grasping and developing a way of life എന്നാണ്. ഒരു വേ ഓഫ് ലൈഫ് എന്നാണ് യഥാർത്ഥത്തിൽ ബിൽ ഡബ്ല്യു എഴുതിയത്. പക്ഷെ നമ്മുടെ അംഗങ്ങൾ അത് മാനർ ഓഫ് ലിവിങ് എന്നാക്കി. എന്താണ് വേ ഓഫ് ലിവിങ്? വേ ഓഫ് ലിവിങ് എന്ന് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹാർഷ്, അതായത് കഠിനമായിട്ടുള്ള ഒരു ഇതുണ്ട് എന്നാണ് അന്നത്തെ അംഗങ്ങൾ ബിൽ ഡബ്ല്യുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് ബിൽ ഡബ്ല്യു അത് മാനർ ഓഫ് ലിവിങ് എന്ന് അവരുടെ അഭ്യർത്ഥന പ്രകാരം തിരുത്താൻ തയ്യാറായി. മാനർ ഓഫ് ലിവിങ്, ഒരു ജീവിത രീതി, വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിക്കേണ്ട വഴി, മറ്റേതെന്ന് പറഞ്ഞാൽ ജീവിത രീതി എന്ന രീതിയിൽ മാറ്റി. അടുത്തത് അദ്ദേഹം മാറ്റിയത് അവർ സ്റ്റോറീസ് ഡിസ്ക്ലോസസ് എ ജനറൽ വേ. തങ്ങൾ എങ്ങനെയുള്ളവരാണ്, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ് എന്നുള്ള രണ്ടാമത്തെ പാരഗ്രാഫില് അവസാനം എങ്കിൽ നിങ്ങൾ ചില നടപടികൾ ചെയ്യാൻ തയ്യാറുള്ളവരാണെന്നാണ് ഇപ്പൊ നമ്മള് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. റെഡി ടു ടേക്ക് സർട്ടൻ സ്റ്റെപ്സ്. പക്ഷെ യഥാർത്ഥത്തിൽ ബിൽ ഡബ്ല്യു അവിടെ എഴുതി വെച്ചത് റെഡി ടു ഫോളോ ഡയറക്ഷൻസ് എന്നാണ്. റെഡി ടു ഫോളോ ഡയറക്ഷൻസ്. പിന്നെ അറ്റ് സം ഓഫ് ദിസ് യു മേ ബാക്ക്ഡ്, യു എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. യു മേ ബാക്ക്ഡ്, അറ്റ് സം ഓഫ് ദിസ് വി ബാക്ക്ഡ്. അതായത് യു എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് വാക്കുകളാണ്, ചില നിർദ്ദേശങ്ങൾ പറയുന്നത് പോലെയാണ്. പക്ഷെ ബിൽ ഡബ്ല്യു അവരുടെ അഭ്യർത്ഥന പ്രകാരം അത് വീണ്ടും അറ്റ് സം ഓഫ് ദിസ് വി ബാക്ക്ഡ് എന്നാക്കി. അതായത് നമ്മൾ, അതായത് യു എന്നുള്ളതിന് വി എന്ന ഇതിലേക്ക് മാറ്റി. വി ഡൗട്ട് ഇഫ് യു ക്യാൻ എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എഴുതി വെച്ചത്. പക്ഷെ ബട്ട് വി കുഡ് നോട്ട് എന്നുള്ള രീതിയിൽ വി എന്ന വാക്ക്, യു എന്നുള്ളതിന് വി എന്ന വാക്ക് ഇവയെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ശങ്കിച്ചു, കുറെ കൂടി മൃദുവും എളുപ്പമുള്ള മാർഗം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. അവിടെ എന്താ, അപ്പൊ ഞങ്ങൾ എന്നുള്ള വാക്ക് അവിടെ ആക്കി എന്നുള്ളതാണ്, യു എന്നുള്ളത്. അടുത്ത പാരഗ്രാഫില് യു ആർ ഡീലിംഗ് വിത്ത്, റിമെമ്പർ ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത് എന്നാക്കി. അതായത് നിങ്ങൾ മദ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടത്. കണ്ണിങ്, ബഫിളിംഗ്, പവർഫുൾ എന്നാണ് അദ്ദേഹം എഴുതിയത്. പക്ഷെ വി ഡീൽ വിത്ത് ആൽക്കഹോൾ, കണ്ണിങ്, ബഫിളിംഗ്, പവർഫുൾ. വിത്തൗട്ട് ഹെൽപ്പ് ഇറ്റ് ഈസ് ടു മച്ച് ഫോർ യു എന്നാണ് ബിൽ ഡബ്ല്യു എഴുതിയത്.
പക്ഷെ ഇവര് മച്ച് ഫോർ ആസ് എന്നാക്കണമെന്ന് തർക്കിച്ചു. അങ്ങനെ അദ്ദേഹം ഫോർ ആസ് എന്നാക്കി. അപ്പൊ യു എന്നുള്ളത് ആസ് എന്നാക്കി. യു മസ്റ്റ് ഫൈൻഡ് ഹിം നൗ എന്നുള്ളത് മേ യു ഫൈൻഡ് ഹിം നൗ എന്ന്, മേ യു ഫൈൻഡ് ഹിം നൗ എന്നുള്ള പൊളൈറ്റ് വാക്കുകളിലേക്ക് യു മസ്റ്റ് എന്നുള്ള വാക്ക് മാറ്റി മേ യു എന്നുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാം, ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാം, ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഡയറക്റ്റീവ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ സജസ്റ്റീവ് ആയിട്ടുള്ള വാക്കുകളിലേക്ക് മാറി എന്നുള്ളതാണ്. വിൽ, പിന്നെ അടുത്തത് ഹാഫ് മെഷേഴ്സ് വിൽ അവെയിൽ അസ് യു നത്തിങ്. അവെയിൽ യു നത്തിങ് എന്നുള്ളത് ഇവിടെ പിന്നീട് ഹാഫ് മെഷേഴ്സ് അവെയിൽഡ് അസ് നത്തിങ് എന്നാക്കി. അവെയിൽ യു നത്തിങ്, യു എന്നുള്ളത് മാറ്റിയിട്ട് അസ് നത്തിങ് എന്നാക്കി. യു സ്റ്റാൻഡ് അറ്റ് ദ ടേണിംഗ് പോയിന്റ് എന്നുള്ളത് വി സ്റ്റാൻഡ് അറ്റ് ദ ടൈം. യു സ്റ്റാൻഡ് അറ്റ് ദ ടേണിംഗ് പോയിന്റ്, നിങ്ങൾ അവിടെ പോയി നിൽക്കും എന്നുള്ളതിന് പകരം നമ്മൾ അവിടെ പോയി നിൽക്കും എന്നാക്കി. അപ്പൊ ഇതെല്ലാം ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ പോലെയായി. നിങ്ങളൊരു നിർദ്ദേശങ്ങൾ പോലെ, ഡയറക്റ്റീവ് അല്ലാത്ത രീതിയിൽ സജസ്റ്റീവ് ആയിട്ടുള്ള വാക്കുകൾ പോലെ. ത്രൂ യുവർ സെൽഫ് അണ്ടർ ഹിസ് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ വിത്ത് കംപ്ലീറ്റ് അബാൻഡൻ. വി ആസ്ക്ഡ് ഹിസ് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ വിത്ത് കംപ്ലീറ്റ് അബാൻഡൻ. വി, അവിടെയും യു എന്നുള്ളത് ത്രൂ യുവർ സെൽഫ് എന്നുള്ളത് വി എന്നുള്ള വാക്കിലേക്ക് ഒതുക്കി. ഹിയർ ആർ ദ സ്റ്റെപ്പ് വി ടുക്ക്. അപ്പൊ അവിടെ നൗ വി തിങ്ക് യു ക്യാൻ ടേക്ക് ഇറ്റ്. നൗ യു വി തിങ്ക് യു ക്യാൻ ടേക്ക് എന്നുള്ള വാക്ക് അപ്പാടെ അവര് റിമൂവ് ചെയ്യിപ്പിച്ചു. റിമൂവ് ചെയ്യിച്ചതിന് പറ്റും ഹിയർ ആർ ദ സ്റ്റെപ്പ് വി ടുക്ക്. ഇവിടെ നമ്മൾ എടുത്ത നടപടികൾ എന്നൊക്കെ, നടപടികൾ എന്നാണ് പുതിയതായിട്ട് അടിച്ചു വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒറിജിനലില് നൗ വി തിങ്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് എന്നുള്ളതാണ്. പിന്നീട് പടികളിലേക്ക് കടക്കുമ്പോൾ സ്റ്റെപ്സ് വി ടുക്ക് വിച്ച് ആർ സജസ്റ്റഡ് ആസ് അവർ പ്രോഗ്രാം ഓഫ് റിക്കവറി. അതായത് നമ്മൾ പ്രോഗ്രാം ഓഫ് യുവർ പ്രോഗ്രാം ഓഫ് റിക്കവറി, നിങ്ങളുടെ പ്രോഗ്രാം ഓഫ് റിക്കവറി എന്ന് പറയുന്നത് ആസ് എ പ്രോഗ്രാം ഓഫ് റിക്കവറി എന്ന് മാറ്റി. ഇനി ആദ്യത്തെ പടിയിലേക്ക് കിടക്കുമ്പോൾ അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ. അവിടെ വി എന്നുള്ള വാക്കും പൂർണ്ണമായി മാറ്റി. വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ ദാറ്റ് അവർ ലൈഫ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. അവിടുത്തെ ആദ്യത്തെ വി കളഞ്ഞു. അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ. പക്ഷെ ഇവിടെ ബിൽ ഡബ്ല്യു എഴുതിയതില് അഡ്മിറ്റഡ്, വി അഡ്മിറ്റഡ് എന്നില്ല, അഡ്മിറ്റഡ് എന്ന് മാത്രമാണ് തുടങ്ങണേ. പക്ഷെ നമ്മുടെ പടികൾ എഴുതിയപ്പോ വി അഡ്മിറ്റഡ് എന്നാക്കി. പിന്നെ വ്യത്യാസം വന്നിരിക്കുന്നത് മൂന്നാമത്തെ പടിയിലാണ്, കെയർ ആൻഡ് ഡയറക്ഷൻ. അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് മേഡ് എ ഡിസിഷൻ ടു ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈഫ്സ് ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്നാണ്. കെയർ ആൻഡ് ഡയറക്ഷൻ, അവിടെ ബിൽ ഡബ്ല്യു എഴുതി വെച്ചിരുന്നത് കെയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്നാണ്. കെയർ ആൻഡ് ഡയറക്ഷൻ അത് മാറ്റിയിട്ട് ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈഫ്സ് ഓവർ ടു കെയർ ഓഫ് ഗോഡ് എന്ന്. കെയർ ഓഫ് ഗോഡ് ആണ്. കെയറും അപ്പൊ കെയറും ഡയറക്ഷനും മാറ്റി. പിന്നെ മാറ്റം വന്നിരിക്കുന്നത് ആറാമത്തെ പടിയിലാണ്. ബിൽ ഡബ്ല്യു എഴുതിയത് വേർ എൻറ്റയർലി വില്ലിംഗ് എന്നാണ്. അതിന് പകരം റെഡി എന്നുള്ളൊരു വാക്ക് ആറാം പടിയിൽ ഉപയോഗിച്ചു. ഏഴാമത്തെ പടിയിൽ അദ്ദേഹം ഹംബ്ലി ഓൺ അവർ നീസ്, നമ്മുടെ മുട്ടുമേൽ നിന്നുകൊണ്ട് ആസ്ക്ഡ് ഹിം ടു റിമൂവ് അവർ ഷോർട്ട് കമ്മിങ്സ്, നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് മാറ്റണമെന്നും ഹോൾഡിംഗ് നത്തിങ് ബാക്ക് എന്നും കൂടി ചേർത്തു. ഹോൾഡിംഗ് നത്തിങ് ബാക്ക് അങ്ങനെയാണ് ബിൽ ഡബ്ല്യു എഴുതിയത്. അത് പൂർണ്ണമായി അവർ തിരുത്തി ഹംബ്ലി ആസ്ക്ഡ് ഹിം ടു റിമൂവ് അവർ ഷോർട്ട് കമ്മിങ്സ് ആക്കി. അതായത് ഹംബ്ലി ബിൽ ഡബ്ല്യു എഴുതിയത് മുട്ടുമേ നിന്നുകൊണ്ട് എന്റെ ഷോർട്ട് കമ്മിങ്സ് മുഴുവൻ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കാനും, ഹോൾഡിംഗ് നത്തിങ് ബാക്സ്, ഒന്നും പുറകോട്ട് വലിക്കാത്ത രീതി, ഒന്നും കൈ പിടിക്കാത്ത രീതിയിൽ ചെയ്യാനും പറഞ്ഞു. പക്ഷെ അവർ പൂർണ്ണമായിട്ടും മാറ്റി ഹംബ്ലി ആസ്ക്ഡ് ഹിം ടു റിമൂവ് അവർ ഷോർട്ട് കമ്മിങ്സ് എന്നുള്ള ഒറ്റ വാക്കില് ചേർത്താൽ മതിയെന്ന് നമ്മുടെ മറ്റംഗങ്ങള് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എട്ടാമത്തെ പടിയില് കംപ്ലീറ്റ് അമൻസ് ടു ദം ഓൾ, അതായത് പൂർണ്ണമായിട്ട് അമൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് എട്ടാം പടിയിൽ മേഡ് എ ലിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺ വി ഹാഡ് ആൻഡ് ബിക്കം വില്ലിംഗ് ടു മേക്ക് അമൻസ് എന്ന് ചേർത്തു. വില്ലിംഗ് ടു മേക്ക് അമൻസ് ടു ദം ഓൾ. അപ്പൊ കംപ്ലീറ്റ് എന്നുള്ള വാക്ക് മാറി വില്ലിംഗ് ടു എന്നാക്കി. അവിടെ പോസിബിൾ എന്നുള്ള രീതിയിൽ അത് ആക്കി, എപ്പോഴൊക്കെ സാധ്യമാവുന്ന രീതിയിലാക്കി. മറ്റേ 9ഉം 10ഉം അങ്ങനെ തന്നെ തുടർന്നു. കംപ്ലീറ്റ് അമൻസ് എന്ന് അദ്ദേഹം എട്ടാമത്തെ പടിയിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രഷൻ ആണ്, പ്രൊഫഷൻ അല്ലാത്തത് കൊണ്ടാണ്. അത് ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ആറ്റിറ്റ്യൂഡിൽ എഴുതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ 11ാമത്തെ പടിയിൽ എന്താണ് മാറ്റം വന്നത്? ഗോഡ് ആസ് വി അണ്ടർസ്റ്റാൻഡ് ഗോഡ്, അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: സോ ത്രൂ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ഗോഡ് പ്രേയിങ് ഓൺലി ഫോർ നോളജ് ഓഫ് ഹിസ് വിൽ പവർ ടു ക്യാരി ദാറ്റ് ഔട്ട്.
അതും പൂർണ്ണമായിട്ടും ഗോഡ് എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹം മറ്റംഗങ്ങള് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് ചേർത്തു. അപ്പൊ ഗോഡ് എന്നുള്ള വാക്ക് മാത്രമല്ല, ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് വെച്ചു. ബിൽ ഡബ്ല്യു എഴുതിയത് എന്താണ്? കോണ്ടാക്ട് വിത്ത് ഗോഡ് എന്നാണ് എഴുതിയത്. പക്ഷെ നമ്മൾ വായിക്കുന്നിടത്ത് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്നാണ്. അതാണ് നമ്മൾ. പിന്നെ 12ാമത്തെ പടിയില് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നാണ് അദ്ദേഹം എഴുതിയത്. അത് ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ്. അതായത് ബിൽ ഡബ്ല്യുവിനും ഫിറ്റ്സ് മയോക്കും ഉണ്ടായതുപോലെ മറ്റംഗങ്ങൾക്ക് ഒരു പക്ഷെ ഈ പറയുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല. ഒരു പക്ഷെ അവര് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായില്ലെങ്കിൽ പോലും അവർക്ക് ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായാലും നമുക്ക് ഈ സ്റ്റെപ്സ് പൂർത്തിയാക്കി വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ് ടു ആൽക്കഹോളിക്സ് ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഓൾ അവർ അവേഴ്സ്. അതായത് നമ്മൾ ഒരു ആത്മീയ ഉണർവ് ഉണ്ടായതിനു ശേഷം എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാന്നുള്ള ഭാഗത്തേക്ക് ബിൽ ഡബ്ല്യുവിനോട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അടുത്തത് മെനി ഓഫ് യു മേ എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ യു എന്നാണ് നിങ്ങൾ ഇത്. അപ്പൊ നമ്മൾ വായനക്കാരാണ് യു മേ എക്സ്ക്ലെയിം എന്നുള്ളത് ഒരു ഡയറക്റ്റീവ് വാക്കായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ട് അത് തിരുത്തി മെനി ഓഫ് അസ് എക്സ്ക്ലെയിംഡ് എന്നാക്കി. അതുകൂടാതെ അതേ പാരഗ്രാഫിന്റെ അവസാനം ഡിസൈൻ ടു സെൽ യു 3 പെർട്ടിനന്റ് ഐഡിയാസ്. അതായത് നിങ്ങൾക്ക് 3 ആശയങ്ങൾ വിൽക്കപ്പെടും എന്നുള്ള രീതി ചെയ്തു. പക്ഷെ അത് അദ്ദേഹം മേക്ക് ക്ലിയർ 3 പെർട്ടിനന്റ് ഐഡിയാസ് എന്നാക്കി. അങ്ങനെ മേക്ക് ക്ലിയർ എന്നുള്ള വാക്കിലേക്ക് അത് മാറ്റി. അങ്ങനെ ABC ദാറ്റ് യു ആർ ആൽക്കഹോളിക് ആൻഡ് കനോട്ട് മാനേജ് യുവർ ഓൺ ലൈഫ്. അതായത് നമ്മൾ ABC വായിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ അമിത മദ്യപാന രോഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ദാറ്റ് യു ആർ എന്നാണ് അദ്ദേഹം എഴുതിയത്. പക്ഷെ അത് പിന്നീട് ഇവര് ദാറ്റ് വി വേർ ആൽക്കഹോളിക് ആൻഡ് കുഡ് നോട്ട് മാനേജ് അവർ ഓൺ ലൈഫ്സ് എന്നാക്കി മാറ്റി. അദ്ദേഹം ബി ആയിട്ട് എഴുതിയത്, അതായത് ഇപ്പൊ നമുക്ക് കാണുന്നത് ഞങ്ങളുടെ രോഗം ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല എന്നാണ്. ദാറ്റ് പ്രോബബ്ലി നോ ഹ്യൂമൻ പവർ ക്യാൻ റിലീവ് യുവർ ആൽക്കഹോളിസം എന്നാണ് അദ്ദേഹം എഴുതിയത്. ദാറ്റ് പ്രോബബ്ലി നോ ഹ്യൂമൻ പവർ കുഡ് ഹാവ് റിലീവ്ഡ് അവർ ആൽക്കഹോളിസം എന്ന് മാറ്റി. പിന്നെ സി ആയിട്ട് ദാറ്റ് ഗോഡ് ക്യാൻ ആൻഡ് വിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അത് തിരുത്തി ദാറ്റ് ഗോഡ് കുഡ് ആൻഡ് വുഡ് ഇഫ് ഹി വെയർ സോട്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തിയിട്ടുണ്ട്. ഇഫ് യു ആർ നോട്ട് കൺഫ്യൂസ്ഡ് ഓൺ ദിസ് വൈറ്റൽ ഇഷ്യൂസ്, നിങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ യു ആർ ടു റീഡ് ദ ബുക്ക് ടു ദിസ് പോയിന്റ്. അദ്ദേഹം എഴുതിയേക്കുന്നത് ഈ ബുക്ക് വീണ്ടും നിങ്ങൾ വായിക്കണം, ഓർ എൽസ് ത്രോ ഇറ്റ് അവേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് എടുത്തെറിഞ്ഞു കളഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ്. ആ പാരഗ്രാഫ് ആ 2 സ്റ്റേറ്റ്മെന്റുകളും കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ്, നിങ്ങൾ വിശ്വാസം വരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വൈറ്റൽ ഇഷ്യൂസിന് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ബുക്ക് വായിക്കണം, അങ്ങനെ നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ മാറ്റണം എന്നുള്ള രീതിയിൽ എറിഞ്ഞു കളയണം എന്നുള്ള രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബുക്കിൽ ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് മറ്റംഗങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ 3 പേജുകളുടെ ഒരു ചരിത്രമായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബുക്കിലേക്ക് പോവാം. റോമലൊന്ന് വായിക്കാവോ? അധ്യായം 5. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുവാൻ ഒരുവൻ പരാജയപ്പെടുക വളരെ വിരളമാണ്. ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണമായും ഇഴുകിച്ചേരാൻ പറ്റില്ലെന്നുള്ളവരോ അതിന് കഴിയില്ലെന്നുള്ളവരോ ആയ ചിലരാണ് രോഗശമനത്തിനെത്താത്തത്. തങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുവാൻ ശാരീരിക മാനസിക ഘടനകളാൽ കഴിവില്ലാത്തവരായ സ്ത്രീ പുരുഷന്മാരാണ് മിക്കപ്പോഴും ഇവർ. അവരത്രയ്ക്ക് നിർഭാഗ്യവാന്മാരാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല അവരാ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരായി കാണപ്പെടുന്നത്. കടുത്ത സത്യസന്ധത ആവശ്യമാകുന്ന ജീവിത രീതി മെനഞ്ഞെടുക്കുന്നതിലോ അത് സ്വാംശീകരിക്കുന്നതിലോ സ്വാഭാവികമായി തന്നെ കഴിവില്ലാത്തവരാണവർ. അവരുടെ അവസരം ശരാശരിയിലും കുറവാണ്. വൈകാരികവും മാനസികവുമായ തകരാറുള്ളവർ കൂടിയുണ്ട്. പക്ഷേ അവരിൽ സത്യസന്ധരായിരിക്കാനുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ നിശ്ചയമായും കരകയറുന്നു. തങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു എന്തു സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ് എന്നീ കാര്യങ്ങൾ ഞങ്ങളുടെ കഥകൾ പൊതുവെ വെളിവാക്കുന്നു. ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കാൻ തയ്യാറാവണം. ഇവയിൽ ചിലതിലൊക്കെ ഞങ്ങൾ ശങ്കിച്ചു. കുറെ കൂടി മൃദുവും എളുപ്പവുമായ മാർഗം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളുടെ അധീനതയിലുള്ള മുഴുവൻ ആത്മാർത്ഥതയോടും കൂടി തുടക്കം മുതൽ തന്നെ ദൃഢമനസ്കരും ഭയരഹിതരുമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു.
ഞങ്ങളിൽ ചിലർ ഞങ്ങളുടെ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കുവാൻ ശ്രമിച്ചു. അത്യധികമായി ഞങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാകുന്നതുവരെ ഫലം നാസ്തിയായിരുന്നു. ഓക്കെ. അപ്പം ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടുക വിരളമാണ്. അപ്പം ഇവിടെ നമുക്കറിയാം. ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കാലോ അല്ലെ? റെയർലി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെയർലി. ഞാൻ പറഞ്ഞ കേൾക്കാലോ? കേക്കാം. റെയർലി എന്ന വാക്ക് എന്താണ്? റെയർലി പിന്നീട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ബിൽ ഡബ്ല്യു അത് റെയർലി എന്നതിന് പകരം ആരും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞത്. പക്ഷെ ബിൽ ഡബ്ല്യു പറയുന്നത് താൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. കാരണം റെയർലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്കൊരു ചെറിയ ശതമാനമെങ്കിലും ഞങ്ങളുടെ പാത തികച്ചുകൊണ്ടുന്ന ഒരുവൻ പരാജയപ്പെടുക വിരളമാണ്. ഇംഗ്ലീഷ് ബുക്കിൽ റെയർലി വി ഹാവ് സീൻ എ ഫെയിൽ റെയർലി വി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹൂ ഹാസ് തറോലി ഫോളോഡ് അവർ പാത്ത്. അപ്പോൾ റെയർലി എന്ന വാക്കെന്ന് പറഞ്ഞാല് നെവർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുക. ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണമായും ഒഴുകിച്ചേരാൻ പറ്റില്ലെന്നോ അതിന് കഴിയില്ലെന്നോ ഉള്ള ചിലരാണ് രോഗശമനത്തിൽ എത്താത്തത്. നമുക്കറിയാം. ആരാണ് ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണമായി ഒഴുകിച്ചേരാൻ പറ്റില്ല എന്നുള്ളവരോ? ആരാണ് പൂർണ്ണമായും ഒഴുകിച്ചേരാൻ പറ്റില്ല എന്നുള്ളവര്? ഒന്നില്ലെങ്കിൽ അവര് ആക്റ്റീവ് യൂസ് ആയിരിക്കും. ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും എയുടെ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്, എയുടെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുന്നുണ്ട്, എക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. പക്ഷെ അവർ ആക്റ്റീവ് യൂസ് ആണ്. ഈ മദ്യവും അതുപോലെയുള്ള സാധനങ്ങൾ ആക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായി കുടിക്കുന്നുണ്ട്. അവർക്ക് ഇത് പറ്റുകയില്ല. അതാണ് കനോട്ട്. പിന്നെ ആരാണ് വിൽ നോട്ട്? അവര് തീർച്ചയായും മീറ്റിങ്ങിന് പോകും. അവരൊരിക്കലും പടികളെ പറ്റി വറിയിടാവുന്നില്ല. അവർക്ക് പടികളുടെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ്. മീറ്റിങ്ങിന് പോയാൽ മതിയല്ലോ, കുടി നിർത്തിയില്ല എന്നുള്ള തോന്നലാണ്. ഇതാണ് ഈ കനോട്ട് ആൻഡ് വിൽ നോട്ട് എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നത്. അപ്പോ തങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കും. എന്താണ് അവിടെ സത്യസന്ധരായിരിക്കാൻ? ശാരീരിക മാനസിക ഘടനകൾ കഴിവില്ലാത്തവരായ സ്ത്രീ പുരുഷന്മാരാണ് അവർ. അത് സ്റ്റെപ്പ് 1, 2. അതായത് എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനായി എന്ന് സത്യസന്ധതയോടുകൂടി സമ്മതിക്കാത്തവര്. അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ആ സ്ഥിതി സൃഷ്ടിക്കപ്പെട്ടവരെ കാണപ്പെടുന്നത്. കടുത്ത സത്യസന്ധത ആവശ്യമായിരുന്ന ജീവിതത്തിൽ മെനഞ്ഞെടുക്കുന്നില്ലോ, അത് സാംശീകരിക്കുന്നില്ലോ, സ്വാഭാവികതമായി തന്നെ കഴിവില്ലാത്തവരാണ് അവർ. അവരുടെ അവസര ശരാശരിയിലും കുറേയുണ്ട്. വൈകാരികവും മാനസികവുമായ തകരാറുള്ളവർ കൂടിയുണ്ട്. പക്ഷെ അവരിൽ സത്യസന്ധരായിരിക്കാനുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ നിശ്ചയമായും കരകയറുന്നു. ഇവിടെ സത്യസന്ധത ഉണ്ടെങ്കിൽ വൈകാരിക പ്രശ്നമുള്ളവർക്കും മാനസികമായ തകരാറുള്ളവർക്ക് പോലും സത്യസന്ധത എന്നുള്ള ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ അത് അവർ നിശ്ചയമായിട്ട് കരകയറുന്നു എന്നാണ്. അപ്പം വെറുതെ മീറ്റിങ്ങിന് പോവുക, ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പടികൾ സ്വീകരിക്കുക, പടികളെ പറ്റി പഠിക്കുക, പടികൾ ഒരു സ്പോൺസറുടെ സഹായത്താൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ സംസാരിക്കുന്ന റിയൽ ആൽക്കഹോളിക്കിനെ കുറിച്ചാണ്. മോഡറേറ്റ് ഡ്രിങ്കറെ കുറിച്ചോ അല്ലെങ്കിൽ ഹാർഡ് ഡ്രിങ്കറെ കുറിച്ചല്ല. റിയൽ ആയിട്ട് ഒരു ആൽക്കഹോളിക് ആയിട്ട് മാറിയ ഒരാൾക്ക് ഈ സത്യസന്ധത വന്നു കഴിഞ്ഞാൽ അയാൾക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് തങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു. അപ്പം ഇംഗ്ലീഷിൽ വാട്ട് വി യൂസ്ഡ് ടു ബി ലൈക്ക് എന്നാണ്. അതായത് നമ്മള് നമ്മുടെ സ്വന്തം ഇച്ഛയാൽ നയിച്ചിരുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് അവിടെ പറയാ. സെൽഫ് വിൽ, വാട്ട് വി യൂസ്ഡ് ടു ബി ലൈക്ക്, തങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന കഥ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ സെൽഫ് വില്ല്, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ വെച്ചിട്ട് എങ്ങനെയാണ് ജീവിതം നടത്തിയിരുന്നത് എന്നാണ് അവിടെ പറയുക. അടുത്തത് എന്നാ, എന്തു സംഭവിച്ചു, വാട്ട് ഹാപ്പൻ. അവിടെ എന്നാണ് നമ്മൾ എങ്ങനെയാണ് പവർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ, ഒരു ആത്മീയമായ റെവല്യൂഷൻ, വിപ്ലവകരമായ ഒരു മാറ്റം നമുക്ക് ആത്മീയമായിട്ട് വന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വാട്ട് ഹാപ്പൻ. മൂന്നാമത്തെ കാര്യം എന്താണ്, വാട്ട് വി ആർ ലൈക്ക് നൗ. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാല് നമ്മൾ ദൈവത്തിന്റെ വില്ലു അനുസരിച്ച് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മുടെ വില്ലല്ല, ഗോഡ്സ് വിൽ റണ്ണിങ്. ദൈവത്തിന്റെ ഇച്ഛ അനുസരിച്ച് എങ്ങനെ ജീവിതം കൊണ്ടുപോകുന്നതാണ്. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മിക്കവാറും
ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഭാഗമാണിത്. വാട്ട് വി യൂസ് ഒരു വാട്ട് വി യൂസ് ടു ബി ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വില്ല് സെൽഫ് വില്ല് അനുസരിച്ച് പോയത്, വാട്ട് ഹാപ്പൻ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ അവേക്കനിങ് കിട്ടിയത്, വാട്ട് വി ആർ ലൈക്ക് നൗ, എങ്ങനെയാണ് നമ്മളിപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ജീവൻ കൊണ്ടുപോകുന്നതാണ്. അപ്പോ ഇവയിൽ ചിലതൊക്കെ ഞങ്ങൾ ശങ്കിച്ചു. ഇഫ് യു കുറെ കൂടി മൃദുലവും എളുപ്പവുമുള്ള മാർഗം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. എന്താണ് മൃദുവും എളുപ്പമുള്ള മാർഗം? മീറ്റിങ്ങിന് പോവുക, മീറ്റിങ്ങിൽ ആളുകളുമായിട്ട് വട്ടം കൂട്ടിയിരുന്ന് സംസാരിക്കുക, പക്ഷെ പഴികൾ ചെയ്യാൻ സന്നദ്ധനാകാതിരിക്കുക. അല്ലെങ്കിൽ വല്ലപ്പോഴും മീറ്റിങ്ങിന് പോവുക, വല്ലപ്പോഴും എനിക്ക് ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും വിളിക്കുക. അങ്ങനെയുള്ള മൃദുലമായിട്ടുള്ള സമീപനം, വളരെ എളുപ്പമുള്ള സമീപനം. എനിക്ക് ആവശ്യം വരുമ്പോൾ ആരെങ്കിലും വിളിക്കുക, എനിക്ക് അല്ലെങ്കിൽ ആരുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഞാൻ കുടി നിർത്തിയാല് ഞാൻ മിണ്ടില്ല, ഞാൻ കുടിച്ചു തുടങ്ങിയ അപ്പൊ ആരെങ്കിലും വിളിക്കുക. ഇങ്ങനെയുള്ള ഒരു മൃദുവോ എളുപ്പമുള്ള മാർഗം, അതാണ് എല്ലാവരും, ലോകത്തുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതാണ് ഇഷ്ടം. നമ്മളുടെ അധീനതയിലുള്ള മുഴുവൻ ആത്മാർത്ഥതയും കൂടി തുടക്കം എന്നത് തന്നെ ദൃഢമനസ്കരും ഭയരഹിതരുമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയത് 100 അംഗങ്ങൾ ചേർന്നിട്ടുള്ള നമ്മുടെ AIL അംഗങ്ങളാണ്. അവര് നമ്മളോട് ആദ്യം ആവശ്യപ്പെട്ടത് എന്താണ്? ഒരു റിഗറസ് ഹോണസ്റ്റിയാണ്, സത്യസന്ധത. അല്ലെ, അത് ആ പാരഗ്രാഫിൽ തന്നെ 1, 2, 3 പ്രാവശ്യം ഹോണസ്റ്റിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം കപ്പാസിറ്റി ടു ബി ഹോണസ്റ്റ്, നല്ലൊരു കപ്പാസിറ്റിയും കൂടി നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അടുത്തത് പിന്നെ ടേക്ക് ചില നടപടികൾ എടുക്കാൻ തയ്യാറുള്ളവരാണ്. ഞാൻ ഇംഗ്ലീഷ് ബുക്ക് കൂടി നോക്കുമ്പോൾ അവരുടെ ടു ഫോളോ ഡയറക്ഷൻസ്, അവർ പറഞ്ഞ ചില സ്റ്റെപ്പുകൾ എടുക്കണമെന്നുള്ളതാണ്. അപ്പൊ ചിലതൊക്കെ ഞങ്ങൾ ശങ്കിച്ചു. വി എന്ന് പറഞ്ഞാൽ ഞാനെന്നോ നമ്മളെന്നോ നമുക്ക് പേര് ചേർക്കുകയൊക്കെ ചെയ്യാം. കുറെ കൂടി മൃദുവോ എളുപ്പമുള്ള മാർഗം കണ്ടെന്ന് കരുതുന്നത് നമ്മുടെ അധീനത്തിൽ മുഴുവൻ ആത്മാർത്ഥത്തിനും കൂടി തുടക്കം മുതൽ തന്നെ ദൃഢമനസ്കരും ഭയരഹിതരും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ അവർ ബെഗ് ചെയ്യാണ്, നമ്മളോട് യാചിക്കുകയാണ്. എന്താണ്? ദൃഢമനസ്കരായിരിക്കണം, ഭയരഹിതരുമായിരിക്കണം. അപ്പൊ അടുത്ത വാക്കുകൾ, നമ്മൾ ചില പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. പഴയ ആശയങ്ങൾ നമുക്ക് ഒരുപാട് പഴയ ഈ സ്റ്റെപ്പിലേക്ക് കടക്കാതിരിക്കാനായിട്ട് സോഫ്റ്റ്വെയർ വേയും ഈസി വേയും സ്വീകരിച്ചുകൊണ്ട് പഴയ ആശയങ്ങൾ മുഴുകി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പൊ അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ പഴയ എന്റെ ജീവിത രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് പഴയ ആശയങ്ങൾ സ്വീകരിച്ചത് എന്ന് പറയുന്നത്. അപ്പൊ ആത്യന്തികമായി ഞങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാകുന്നത് വരെ ഫലം നാസ്തിയായിരുന്നു. അപ്പൊ നമ്മൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനം സമ്മതിക്കാൻ തയ്യാറാകുന്നവരെ നമുക്കൊരു ഫലവും കിട്ടിയില്ല. അപ്പം സെൽഫ് വില്ലിൽ നിന്ന് ഗോഡ്സ് വില്ലിലേക്ക് വരാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈ ഫലം കിട്ടുള്ളൂ. അടുത്തത് നമുക്കൊരു ഓർമ്മപ്പെടുത്തുന്ന മദ്യത്തിനോടാണ് ബന്ധപ്പെടുന്നത് ഓർക്കുക. അപ്പൊ റിമെമ്പർ, എന്താണ്? മദ്യാസക്തന് എപ്പോഴും മറക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അവനെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ എന്താണ് ഓർമ്മപ്പെടുന്നത്? നാം മദ്യത്തിനോടാണ് ബന്ധപ്പെടുന്നത്. റിമെമ്പർ ദാറ്റ് വി ഡീൽ വിത്ത് ആൽക്കഹോൾ, കണ്ണിങ്, ബഫ്ലിംഗ്, പവർഫുൾ. അതായത് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനാണ്, ശക്തനാണ്, സൂത്രശാലിയാണ്, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, ശക്തനാണ്. എന്താണ് ആൽക്കഹോളിസം അനോണിമസിന്റെ മദ്യത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്ന് വെച്ചാൽ സൂത്രശാലിയാണ്, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, ശക്തനാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? ഒരു സഹായം കൂടാതെ നമുക്ക് താങ്ങാനാവാത്തതാണ് അത്. പക്ഷെ സർവ്വവിധ ശക്തിയുള്ള ഒന്നുണ്ട്. എന്താണ് ആ പവർ? അതാണ് ദൈവം. നിങ്ങൾ ഇപ്പോൾ അവനെ കണ്ടെത്താൻ ഇടപെടട്ടെ. അപ്പൊ ദാറ്റ് വൺ ഈസ് ഗോഡ്, മേ യു ഫൈൻഡ് ഹിം നൗ. നിങ്ങളിപ്പോൾ അവനെ കണ്ടെത്താൻ ഇടപെടട്ടെ എന്ന്. അപ്പൊ സ്റ്റെപ്പ് 2ന്റെ ഒരു ഭാഗമാണ് അത് പറയുന്നത്. അപ്പൊ ഹാഫ് മെഷേഴ്സ് അവൈൽഡ് അസ് നത്തിങ്. അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടി തന്നില്ല. എന്താണ് അപ്പൊ ഈ ഹാഫ് മെഷർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം 0 എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മള് ഈ അർദ്ധ മനസ്സോടെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യില്ല. ഞങ്ങൾ വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഞങ്ങൾ യാചിച്ചു. ഞങ്ങൾ സ്വീകരിച്ച നടപടികൾ ഒരു മോചന പദ്ധതിയെ താഴെ നിർദ്ദേശിക്കുന്നു. അപ്പൊ വി ആസ്ക്ഡ് ഹിസ് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ വിത്ത് കംപ്ലീറ്റ് അബാൻഡൻ. അത് സ്റ്റെപ്പ് 2ന്റെ പ്രയർ ആണ്.
എല്ലാം എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഞങ്ങൾ യാചിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് സ്റ്റെപ്പ് 2 പ്രാർത്ഥന. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഞങ്ങൾ യാചിച്ചു. ഞങ്ങൾ സ്വീകരിച്ച നടപടികൾ ഒരു മോചന പദ്ധതിയായിട്ട് താഴെ വിവരിക്കുന്നു. സജസ്റ്റഡ് ആസ് എ പ്രോഗ്രാം. സജസ്റ്റഡ് ആസ് ഒരു പ്രോഗ്രാം ആയിട്ടാണ്, നമുക്ക് നിർദ്ദേശിക്കുന്ന പ്രോഗ്രാം ആയിട്ടാണ് നമുക്ക് ഈ താഴെ വിവരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്? എപ്പോഴാണ് നമ്മള് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇപ്പൊ നോക്കിയറിയാം. അതായത് നമ്മുടെ കഥകൾ പറയുന്ന അതിന്റെ താഴെ നോക്കുമ്പോ എപ്പോഴാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് പറയുന്നുണ്ട്. അതാണ് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒന്നാമത്തെ ഭാഗമാണ്. അതായത് എനിക്ക് എപ്പോഴാണ് ഞാൻ സ്റ്റെപ്പ് ചെയ്യേണ്ടത്? 1 വർഷം കഴിഞ്ഞാണോ, 90 ദിവസം കഴിഞ്ഞാണോ, അടുത്ത വർഷമാണോ, അതാണോ? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കേൾക്കാം മീറ്റിംഗ് റൂമിന്റെ ഉള്ളിലോ നമ്മുടെ ആളുകളൊക്കെ പറയുന്ന കേൾക്കാം. അപ്പൊ അവിടെ ഇഫ് യു ഡിസൈഡ്, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത യു വാണ്ട് വാട്ട് വി ഹാവ്, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെങ്കിൽ, വില്ലിംഗ് ടു ഗോ ടു എനി ലെങ്ത് ടു ഗെറ്റ് ഇറ്റ്. എന്താണ് എത്ര ദൂരം പോകാൻ തയ്യാറാണെങ്കിൽ. ഇവിടെ പലപ്പോഴും നമുക്ക് മഴ പെയ്യുവാണെങ്കിൽ ഉടനെ മീറ്റിങ്ങിന് പോകണം, അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുവാണെങ്കിൽ ഉടനെ മീറ്റിങ്ങിന് പോകണം, ആ അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ 50 കിലോമീറ്റർ 100 കിലോമീറ്റർ സഞ്ചരിച്ച് മീറ്റിങ്ങിന് പോകണം, ആ അർത്ഥത്തിലല്ല. വില്ലിംഗ് ടു ഗോ ടു എനി ലെങ്ത്, അതായത് നമ്മുടെ ഭിത്തിയെ തൂക്കിയിരിക്കുന്ന പടികളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഭിത്തിയെ തൂക്കിയിടാൻ മാത്രമുള്ളതല്ലോ, എന്റെ ജീവിതത്തിൽ അത് പാലിക്കാൻ കൂടി ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതാണ് ഈ 12 സ്റ്റെപ്സിലൂടെ അല്ലെങ്കിൽ 12 പടികളിലൂടെ ഗോ ടു എനി ലെങ്ത് എന്നുള്ളതാണ്. അവിടെയാണ്. അതായത് ഭയങ്കര മഞ്ഞ് പെയ്യുമ്പോഴത്തേക്കും റോഡ് മോശമാണെങ്കിൽ പോലും ഞാൻ മീറ്റിങ്ങിൽ എത്തിച്ചേരണം എന്നുള്ള അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ 90 ദിവസം മീറ്റിംഗ് കൂടിയതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി അർത്ഥത്തിലല്ല. 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അർത്ഥത്തിലല്ല. പക്ഷെ അവിടെ പറയുകയാണ്, ഇഫ് യു ഹാവ് ഡിസൈഡ് യു വാണ്ട്, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, വാട്ട് വി ഹാവ് ആൻഡ് ആർ വില്ലിംഗ് ടു ഗോ ടു എനി ലെങ്ത് ടു ഗെറ്റ് ഇറ്റ്, ദെൻ യു ആർ റെഡി ടു ടേക്ക് സർട്ടൻ സ്റ്റെപ്സ്. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എടുക്കാൻ ടൈം ആയിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് നിങ്ങൾ സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്. അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും വരും. അതുകൊണ്ടാണ് ആ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? നമ്മൾ അവിടെ ഒന്ന് നിൽക്കും. വാട്ട് വി ബാക്ക്, വി തോട്ട് വി കുഡ് ഫൈൻഡ് ആൻ ഈസിയർ സോഫ്റ്റ്വെയർ വേ, അതായത് എളുപ്പവും മൃദുലമായിട്ടുള്ള വഴി സ്വീകരിക്കാമെന്ന് തോന്നും. പിന്നെ അമരാണ് അവർ പറയുന്നത്, നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഭയരഹിതരായിട്ട് വളരെ തറവായിട്ട് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. എന്താണ് ഈസിയർ വേ? ഞാൻ പറഞ്ഞു, വെറുതെ മീറ്റിങ്ങിന് പോവുക, മറ്റുള്ളവരായിട്ട് സംസാരിച്ചിരിക്കുക, സ്റ്റെപ്പ് ചെയ്യാതിരിക്കുക. അപ്പൊ ഈ 1, 2, 3 സ്റ്റെപ്സുകൾ മുതൽ 9 സ്റ്റെപ്പുകൾ വരുമ്പോഴാണ് നമുക്ക് ഈ ജീവിതത്തിൽ നമ്മുടെ പ്രോമിസസുകൾ വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 സ്റ്റെപ്പുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ ജീവിതത്തിലേക്ക് നമ്മുടെ ഈ പ്രോമിസുകൾ കടന്നു വരുന്നത്. അപ്പൊ ഓൾഡ് ഐഡിയാസ്, പഴയ ആശയങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഹോണസ്റ്റി, ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധത വന്നുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികൾ ഒന്നും നേടി തന്നില്ല. എന്നുവെച്ചാല് നമ്മൾ ഇത് പകുതി, പക്ഷെ എന്നാ അതിനു മുമ്പ് അവർ പറയുന്നുണ്ട്, ഹോണസ്റ്റ് ഡിസൈഡ്. ഇപ്പൊ മാനസികമായ പ്രശ്നമുള്ളവർക്കും വൈകാരികമായ പ്രശ്നമുള്ളവർക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമെന്ന് പറയുന്ന അതേ സ്ഥാനത്ത് തന്നെ പകുതി അർദ്ധ മനസ്സോടെ നിങ്ങൾ ഒന്നും ചെയ്താൽ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പടികൾ പൂർണ്ണമായും ചെയ്താലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം ഫെലോഷിപ്പും സ്റ്റെപ്പും കൂടി കൂടിയതാണ് നമ്മുടെ സിമന്റ്. നമ്മുടെ ഈ പ്രോഗ്രാമില് സിമന്റ് എന്ന് പറയുന്നത് ഫെലോഷിപ്പ് പ്ലസ് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പ് മാത്രം ഉള്ളത് സിമെന്റിന്റെ ഒരു ഘടകം മാത്രമാണുള്ളൂ. ഫെലോഷിപ്പ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ അത് സിമെന്റിന്റെ ഒരു ഘടകം മാത്രമേ ആണുള്ളൂ. അത് എല്ലാം ഹാഫ് മെഷേഴ്സ് ആണ്, അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികളാണ്, പകുതി വിചാരത്തോടെ ചെയ്യുന്നതാണ്. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് റിക്കവറി വരണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അടുത്ത 1, 2 നമുക്കറിയാം. 1, 2, 3 എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള
ഒരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പുകളാണ്. അത് നമുക്ക് നമ്മുടെ ദൈവമായിട്ട് അല്ലെങ്കിൽ ഉയർന്ന ശക്തിയായിട്ടുള്ള ഒരു ബന്ധം സുഗമമാക്കാൻ സഹായിക്കുന്നു. 4, 5, 6, 7 എന്നുള്ളത് നമ്മുടെ ഒരു മാനസിക നിലയെ റെഡിയാക്കാനുള്ളതാണ്. 8, 9 നമ്മൾക്ക് നമ്മുടെ ഫെലോമാൻ, നമ്മുടെ കൂടെയുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാക്കാനുള്ളതാണ്. അതുപോലെ 10, 11, 12 എന്നുള്ളത് നമ്മുടെ സ്പിരിച്വലി ഗ്രോത്ത്, വളർച്ചയെ, ആത്മീയമായ വളർച്ചയെ സഹായിക്കുന്നതാണ്. പലപ്പോഴും അത് മെയിൻറ്റെയിൻസ് സ്റ്റെപ്പ് എന്നാണ് വിളിക്കുക. മെയിൻറ്റെയിൻസ് സ്റ്റെപ്പ് ആണോ? മെയിൻറ്റെയിൻസ് നോട്ട് മെയിൻറ്റെയിൻസ് എന്നാണ് പറയുന്നത്. മെയിൻറ്റെയിൻസ് എന്ന് പറഞ്ഞാൽ ഹി കീപ് സംതിങ് സെയിം. ഒരു കാര്യത്തെ അതേ അവസ്ഥയിൽ തുടരാൻ അനുവദിക്കുന്ന വാക്കിനാണ് മെയിൻറ്റെയിൻസ്. ഇംഗ്ലീഷിൽ അത് ആ വാക്ക് അങ്ങനെയാണ് എഴുതിയേക്കുന്നത്, കീപ് സംതിങ് സെയിം. നമുക്ക് അങ്ങനെയല്ല, അത് മെയിൻറ്റെയിനിങ് സ്റ്റെപ്പ് എന്നല്ല പറയേണ്ടത്, അതിനെ സ്പിരിച്വലി കണ്ടിന്യൂയിങ് ഗ്രോത്ത് സ്റ്റെപ്പ് എന്നാണ്, അല്ലെങ്കിൽ ആത്മീയമായി വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സ്റ്റെപ്പുകളാണ് 10, 11, 12. മെയിൻറ്റെയിൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ കീപ് സംതിങ് സെയിം അതുപോലെ തന്നെയാണ്. അപ്പൊ മെയിൻറ്റെയിൻസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കുമ്പോൾ കീപ് സംതിങ് സെയിം എന്നാണ്. അപ്പൊ പലരും അങ്ങനെ പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും. അപ്പൊ ഒന്നാമത്തെ പടിയില് നമ്മള് കാണുന്നത് വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ്. അതായത് ഞങ്ങള് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനം ഞങ്ങൾ സംബന്ധിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അവിടെ നമ്മൾ പവർലെസ് എന്നുള്ള വാക്ക്, അത് ശക്തിഹീനനാണെന്ന് സംബന്ധിച്ചു, ജീവിതം അനിയന്ത്രിതമായി പോയി, അൺമാനേജബിൾ ആയിട്ടുള്ള. അപ്പൊ 2 വാക്കുകളുണ്ട്. പിന്നെ അടുത്തത് കെയിം ടു ബിലീവ് ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് കുഡ് റീസ്റ്റോർ അസ് ടു സാനിറ്റി. ഞങ്ങളുടെ സുബോധം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അവിടെ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. മൂന്നാമത്തേത് പടിയിൽ എന്താണ്? നമ്മൾ മെയ്ഡ് എ ഡിസിഷൻ ടു ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈഫ്സ് ഓവർ ടു കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. നമ്മൾ ജീവിതം ഞങ്ങൾ മനസ്സിലാക്കിയ ജീവിത സംരക്ഷണത്തിൽ തിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ടേൺ അവർ വിൽ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഡിസിഷൻ ആണ് നമുക്ക്. 3-ാം പടിയിൽ നമ്മളൊരു ഡിസിഷനിലേക്ക് എടുക്കുകയാണ്. 4-ാമത്തെ പടി എന്താണ്? മേഡ് എ സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി ഓഫ് അവർ സെൽവ്സ്. അപ്പൊ മേഡ് എ സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി ഓഫ് അവർ 3-ാമത്തെ പടി ഒന്നുകൂടി പറയാം. ആ 3-ാമത്തെ പടിയിൽ വില്ല് എന്നതാണ്. ടേൺ അവർ വിൽ. അവർ വിൽ എന്ന് വെച്ചാല് നമ്മുടെ ചിന്തകള്, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മള് ദൈവത്തിന്റെ ഇതിലേക്ക് തിരിച്ചുവിടുകയാണ്, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം. 4-ാമത്തെ പടിയില് നമ്മുടെ ഈ ചിന്തകള്, വില്ല്, അല്ലെങ്കിൽ നമ്മുടെ ഈ ആക്ഷൻസ്, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രവൃത്തികള് സ്ഥിരമായി സെർച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് ഭയരഹിതരായിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ തന്നെയുള്ള സത്യത്തെ കണ്ടെത്തുകയാണ്. മേഡിങ് എ സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി ഓഫ് അവർ സെൽസ്. ഞങ്ങൾ ആത്മപരിശോധന നടത്തുകയും ഭയം കൂടാതെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തുകയും ചെയ്തു. അതൊരു ഇൻവെന്ററി ലിസ്റ്റ് ആണ്. നമുക്കറിയാം, അത് 4-ാം പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ സെക്സിന്റെയും റിസെന്റ്മെന്റിന്റെയും ഭയത്തിന്റെയും ദ്രോഹങ്ങളുടെയും എല്ലാം ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അടുത്തതാണ് 5. അതെന്താണ്? 5, അഡ്മിറ്റഡ് ടു ഗോഡ്, ടു അവർ സെൽസ് ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ് ആൻഡ് എക്സാക്ട് നേച്ചർ ഓഫ് അവർ സെൽസ്. അഡ്മിറ്റഡ് ടു ഗോഡ്, ഗോഡിനോട് നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് സ്പിരിച്വൽ വളർച്ച കിട്ടുന്നു. അവർ സെൽസ് നമ്മുടെ മാനസികമായ വളർച്ച ലഭിക്കുന്നു. ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ്, ഇപ്പൊ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു സുഖപ്പെടൽ സംഭവിക്കുന്നു. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് 5-ാം പടി അവര് എഴുതിയിരിക്കുന്നത്. അഡ്മിറ്റഡ് ടു ഗോഡ്, സ്പിരിച്വാലിറ്റി, ടു അവർ സെൽസ്, മൈൻഡ്, ആൻഡ് അനദർ ഹ്യൂമൻ ബീയിങ്, ഞങ്ങളുടെ തെറ്റുകൾ യഥാർത്ഥ രൂപം ദൈവത്തോടും സ്വന്തമായും മറ്റൊരു വ്യക്തിയോട് സംബന്ധിച്ചു. അങ്ങനെ 3 രൂപത്തിലാണ്. അതിന് ആദ്യത്തെ രൂപം സ്പിരിച്വൽ ആണ്, 2-ാമത്തെ രൂപം മാനസികമാണ്, 3-ാമത്തെ രൂപം ഫിസിക്കലാണ്. 6-ാമത്തെ റിമൂവ്, എൻറ്റയർലി റെഡി. അതായത് എൻറ്റയർലി റെഡി ടു ഹാവ് ഗോഡ് റിമൂവ് ഓൾ ദിസ് ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. 6-ാമത്തെ പടിയില് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെല്ലാം ദൈവം മാറ്റി തരുന്നതിന് ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റെഡി ആവുകയാണ്. അപ്പൊ 5 വരെയുള്ള പടികളിലുള്ള ഡേറ്റ എല്ലാം ശേഖരിച്ചതിന് ശേഷം, നമ്മുടെ തെറ്റുകളും വൈകല്യങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷം, നമ്മള് സ്വഭാവ വൈകല്യങ്ങളെല്ലാം മാറ്റി തരുന്നതിന് തയ്യാറാവുകയാണ്. 7-ാമത്തെ പടിയില് നമ്മള് അപാകതകൾ മാറ്റുവാനായി ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നാണ് 7-ാം പടി മുതലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രോസസ്സ് തുടങ്ങുന്നത്. 6 പടികൾ വരെ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം 7-ാം പടിയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ പ്രോസസ്സിംഗ് തുടങ്ങുന്നത്. 8-ാം പടിയിൽ തന്നെ നമ്മൾ ചേഞ്ചിന് തയ്യാറാണ്. മേഡ് എ ലിസ്റ്റ് ഓഫ് ഓൾ പേഴ്സൺ വി ഹാഡ് ഹാംഡ് ആൻഡ് ബിക്കം വില്ലിംഗ് ടു മേക്ക് അമൻസ് ടു ദം ഓൾ.
ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. പരിഹാരം ചെയ്യാൻ നമ്മൾ തയ്യാറായി. പിന്നെ 9ാമത്തെ പടി, നേരിട്ട് പരിഹാരം ചെയ്യാൻ അവർക്ക് മറ്റുള്ള ഹാനിമൽ സാഹചര്യങ്ങളിൽ ബാക്കിയുള്ളവരെല്ലാം കഴിയുവിധം പരിഹാരം ചെയ്തു. മെയ്ഡ് ഡയറക്റ്റ് അമൻസ് ടു സച്ച് പീപ്പിൾ വേറെവർ പോസിബിൾ. വെന്നെവർ പോസിബിൾ എന്നല്ല, വേറെവർ പോസിബിൾ. എന്താണ് വേറെവറും വെന്നെവറും തമ്മിലുള്ള വ്യത്യാസം? വെന്നെവർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി. വേറെവർ എന്ന് പറയുമ്പോഴത്തേക്ക് സംതിങ് നമുക്ക് അർജന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്, അപ്പൊ ഉടനെ ചെയ്യേണ്ടതാണ്. അക്സെപ്റ്റ് വെൻ ടു ഡു സോ വുഡ് ഇൻജോർ ദം ഓർ അതേഴ്സ്. ഇപ്പൊ എല്ലായിടത്തും നമുക്കത് ചെയ്യാൻ ചിലപ്പോൾ കഴിയില്ല. അവർക്ക് മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യം, അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഒഴികെ ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഈ 9ാമത്തെ പടി എന്ന് പറഞ്ഞാൽ ഒരാളോട് ചെയ്യുന്ന സോറി പറയുക എന്നതിലേക്ക് ഉപരിയായിട്ട് സോറി പറയാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിഹാരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പലരും നമ്മൾ സോറി, വൈഫിനോട് സോറി പറഞ്ഞു അങ്ങനെ ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. എങ്ങനെയാണ് നമുക്ക് പരിഹാരം ചെയ്യാൻ കഴിയുക? പിന്നീട് നമ്മൾ ജീവിതത്തിൽ അവരോടുള്ള ഉപദ്രവങ്ങൾ ആവർത്തിക്കാതിരുന്നുകൊണ്ടാണ് നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുക. 10ാമത്തെ പടി എന്താണ്? സ്വന്തമായ വിലയിരുത്തൽ തുടരുകയും മറ്റേ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഈ അമൻസ് ചെയ്ത്, അത് മുഖാമുഖം അമൻസ് ചെയ്ത്, അല്ലെങ്കിൽ കണ്ണിൽ നോക്കി മറ്റുള്ളവരുടെ രമ്യതയിൽ ഏർപ്പെടുത്തുന്നതിന് ശേഷം ഈ വെന്നെവർ എന്നുള്ള നോ ടൈം ലിമിറ്റ് അല്ല, ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ അവരുമായിട്ട് രമ്യതയിൽ ഏർപ്പെടുന്നതിന് ശേഷം നമ്മൾ 10ാം പടിയില് കണ്ടിന്യൂഡ് ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് വെൻ വി വെയർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ്. ഈ കണ്ടിന്യൂഡ് എന്നുള്ള വാക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ കീ. ഇവിടെ നമ്മൾ തുടരുകയാണ്. എന്തൊക്കെയാണ് തുടരുന്നത്? നമ്മുടെ മോറൽ ഇൻവെന്ററി എല്ലാ ദിവസവും എടുക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈവമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള വളർച്ച തുടരുന്നു. 11 എന്താണ്? സോർട്ട് പ്രയർ ആൻഡ് മെഡിറ്റേഷൻ. പ്രയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചോദിക്കുന്നു, മെഡിറ്റേഷൻ നമ്മൾ കേൾക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ കേൾക്കുന്നത്? നോളജ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നമ്മുടെ സ്വന്തം സ്വാർത്ഥ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നമുക്ക് പിന്നീട് വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിന്റെ അടുത്തത് 12ാമത്തത് സ്പിരിച്വൽ അവേക്കണിങ് ആണ്. അപ്പൊ ഇത്തരം ഒരു 12 ഇതിലായിട്ടാണ് അദ്ദേഹം നമുക്ക് ഈ സ്റ്റെപ്പുകൾ എഴുതിയിരിക്കുന്നത്. ഇത്തരം 11 പടികൾ ചെയ്യുന്നതിന് ശേഷം, അല്ലെങ്കിൽ ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ് ടു ആൽക്കഹോൾസ് ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഓൾ അവർ അവേഴ്സ്. എല്ലാവിധ കാര്യങ്ങളിലും നമ്മളിത് ഈ മെസ്സേജ് പാലിക്കുകയും മൂന്നായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സ്റ്റെപ്പ്, 1ാം ഭാഗമാണ്. എന്താ 2ാം ഭാഗം എന്താണ്? വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ്, മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കണം. ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇത് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ നമുക്കൊരു 3ാം പടിയില്, ആദ്യത്തെ 1ാം പടിയിൽ നമുക്കൊരു ഫിസിക്കൽ അലർജി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഒരു മെന്റൽ ഒബ്സഷൻ ഉണ്ടെന്ന് മനസ്സിലായി, ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊരു ലാക്ക് ഓഫ് പവർ ഉണ്ടെന്ന് മനസ്സിലാവണത്, അല്ലെങ്കിൽ നമുക്കൊരു ശക്തി ഇല്ലെന്ന് മനസ്സിലാവണത് സ്റ്റെപ്പ് 1ലാണ്. അപ്പോ ഫെലോഷിപ്പിന്റെ സപ്പോർട്ടിനാലും നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലും നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു. അത് ആ തീരുമാനം എവിടെ എത്തുന്നത്? ആ തീരുമാനം വരുന്നത് സ്റ്റെപ്പ് 3 ആണ്. ഡിസിഷൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ടേണിംഗ് പോയിന്റ് അവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ പറയും ഇത് 90 ഡിഗ്രി അല്ല. ഇപ്പൊ നമ്മൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത് ജസ്റ്റ് പോയിട്ട് അങ്ങോട്ട് ഇടിയാ. പക്ഷെ 180 ഡിഗ്രിയിലേക്ക് നമ്മൾ ടേൺ ചെയ്യുകയാണ്. ആ ടേണിംഗ് പോയിന്റിൽ 180 ഡിഗ്രിയിലേക്ക് ടേൺ ചെയ്യണത് എങ്ങനെയാണ്? അതായത് എനിക്കിനി കുടിക്കാൻ കഴിയുകയില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് മരണത്തിലേക്കോ ജയിലിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ, ഡെത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ ഞാൻ ബിലീവ് അക്സെപ്റ്റ് സ്പിരിച്വൽ ഹെൽപ്പ്. അപ്പൊ ഞാൻ 3ാം പടിയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ആത്മീയമായിട്ടുള്ള സഹായം ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി. അതെന്നെ സാനിറ്റിയിലേക്കും സുബോധാവസ്ഥയിലേക്കും എത്തിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റെപ്പ് 3 എടുക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ സ്റ്റെപ്പ് 3 എന്താണ് പറയുക? മേഡ് എ ഡിസിഷൻ ടു ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈഫ് ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. അതായത്
നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് നോക്കണം, മൂന്നാമത്തെ പടി ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കിയ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ തിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പൊ തിരിച്ചുവിടാൻ തീരുമാനിച്ചു. എന്താണ് ഈ സ്റ്റെപ്പ് 3 അർത്ഥമാക്കുന്നത്? അതായത് ബിൽ ഡബ്ല്യുന്റെ ഒരു ലേഖനത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, മേക്ക് എ ഡിസിഷൻ, വെൽ വി ആർ ഗോയിങ് ടു മേക്ക് എ ഡിസിഷൻ, നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. ദാറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. അത് മാത്രമാണ് ഇതിന്റെ ഭാവം. ടു ഡു വാട്ട്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ടു ടേൺ അവർ വിൽ ആൻഡ് ലൈവ്സ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? എന്താണ് അവർ വിൽ? അവർ വിൽ ഈസ് അവർ തിങ്കിങ്. അതായത് നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ചിന്തകൾ. അവർ ലൈഫ് ഈസ് അവർ ആക്ഷൻസ്. എന്താണ് നമ്മുടെ ജീവിതം? നമ്മുടെ പ്രവൃത്തികൾ. അപ്പൊ പ്രവൃത്തികളുടെ ഒരു കൂട്ടാണ് ജീവിതം എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ ആഗ്രഹത്തിനും ചിന്തകൾക്കും അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെ വി ആർ ഗോയിങ് ടു മേക്ക് എ ഡിസിഷൻ ടു ടേൺ. അതായത് അത്തരം പ്രവൃത്തികളും ചിന്തകളും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് ആ ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം ഒരു സംഭവം ഉണ്ടാവുമ്പോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്കിവിടെ തീരുമാനിക്കുകയാണ്. അവിടെ നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. നമ്മൾ ഈ തീരുമാനത്തിൽ പൂർണ്ണത വരുന്നെങ്കിൽ നമ്മൾ 9-ാം പടിയിലെത്തണം. ഇവിടെ നമുക്കൊരു ഡിസിഷൻ മാത്രമേ ഉള്ളൂ. അവർ വിൽ ഈസ് ദ കളക്ഷൻ ഓഫ് അവർ തോട്ട്. അവർ വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ ഒരു കൂട്ടമാണ്. അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ കളക്ഷൻ ഓഫ് അവർ ആക്ഷൻ. നമ്മുടെ പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ ജീവിതം. അപ്പം വി ആർ ഗോയിങ് ടു മേക്ക് എ ഡിസിഷൻ ടു ലെറ്റ് ഗോഡ് ഡയറക്റ്റ് അവർ തിങ്കിങ്. അപ്പൊ നമ്മുടെ ചിന്തകള് ആൻഡ് അവർ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികള് സ്റ്റെപ്പ് 3 വെച്ചിട്ട് ദൈവത്തിന് ഡയറക്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. വി ഹാവിന്റ് ആക്ച്വലി ഡൺ ദാറ്റ് യെറ്റ്, ബട്ട് വി ആർ ഗെറ്റിംഗ് ടു വില്ലിംഗ് ടു ഡു ദാറ്റ്. നമ്മൾ ഇതുവരെ ചെയ്തില്ല, പക്ഷെ നമ്മളൊരു നമ്മളൊരു ആഗ്രഹിക്കുകയാണ്. വി ഡോണ്ട് ആക്ച്വലി ടേൺ എനിത്തിങ് ഓവർ ടു ഗോഡ് ഇൻ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 വെച്ചിട്ട് നമ്മൾ ഒന്നും ദൈവത്തിലേക്ക് തിരിച്ചു വിടുന്നില്ല. വി മേക്ക് എ ഡിസിഷൻ ടു ഡു സംതിങ് ഇൻ സ്റ്റെപ്പ് 3. നമ്മൾ സ്റ്റെപ്പ് 3 വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ദാറ്റ്സ് ഓൾ. അത് മാത്രമേ ഉള്ളൂ. ദ ടേണിങ് ഇറ്റ് ഓവർ ടു ഗോഡ്. അതായത് എന്റെ ലൈഫ് ദൈവത്തിലേക്ക് തിരിച്ചു വിടാനായിട്ട് തീരുമാനിക്കാനുള്ളൂ. ഈസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് ദ 4th, 5th, 6th, 7th, 8th and 9th സ്റ്റെപ്പ്. അതായത് തുടർന്ന് വരുന്ന 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും പടികൾക്ക് ശേഷമാണ് നമുക്ക് ഈ തിരിച്ചുവിടൽ നടക്കുന്നുള്ളൂ. ഇഫ് ഐ സിറ്റ് ഹിയർ ആൻഡ് ടെൽ യു ഐ ഹാവ് ഡിസൈഡ് ടു ഗോ ടു ന്യൂയോർക്ക്, അതായത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ന്യൂയോർക്കിന് പോവാണെന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു തീരുമാനം മാത്രമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ആൻഡ് ഓൾ ഡു ഐ ടു കണ്ടിന്യൂ ടു സിറ്റ് ഹിയർ. ക്യാൻ ഐ ടെൽ യു ഓഫ് എക്സ്പീരിയൻസ് ഇൻ ന്യൂയോർക്ക്? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ പോകാതെ നിങ്ങൾക്ക് ന്യൂയോർക്കിലുള്ള എക്സ്പീരിയൻസ് പറയാൻ കഴിയില്ല. ഓഫ് കോഴ്സ് നോട്ട്. അങ്ങനെ പറ്റിയല്ല. ഐ മസ്റ്റ് ഡു സംതിങ്. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ടേക്ക് സം ആക്ഷൻ. ഞാൻ ചില ആക്ഷൻസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഗെറ്റ് ഇൻ ദ കാർ, കാറിൽ പോകണം. പുട്ട് ഗ്യാസ് ഇൻ ദ കാർ, കാറിൽ പെട്രോൾ അടിക്കണം. ഡ്രൈവ് ഡൗൺ ദ റോഡ്, ഞാൻ റോഡിലൂടെ ഓടിക്കണം. തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ആൻഡ് വെൻ ഐ ഹാവ് ഡൺ ദാറ്റ് ആൻഡ് ദ റിസൾട്ട് ഓഫ് ദിസ് ആക്ഷൻ ഇസ് ദാറ്റ് ഐ ഹാവ് ആക്ച്വലി അറൈവ്ഡ് ഇൻ ന്യൂയോർക്ക്. ഇത്തരം ആക്ഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ന്യൂയോർക്കിൽ എത്തുകയുള്ളൂ. ദാറ്റ്സ് വെൻ ഐ ക്യാൻ ബിഗിൻ ടു ടെൽ യു അബൌട്ട് ഇറ്റ് ആൻഡ് നോട്ട് ബിഫോർ. അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് ന്യൂയോർക്കിനെ പറ്റി നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഞാൻ കാണാത്ത ന്യൂയോർക്കിനെ പറ്റി നിങ്ങളോട് പറയാൻ പറ്റുകയില്ല. I am making a decision to turn my thinking apparatus over to the care and direction of God as I understood him. നമ്മൾ മനസ്സിലാക്കുന്ന എന്റെ ചിന്തകളെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. വാട്ട് എൽസ് ഐ ആം ഡിസൈഡിങ് ടേൺ ഓവർ? എന്താണ് ഈ ടേൺ ഓവറിനെ കൊണ്ട് തീരുമാനങ്ങൾ എന്ന് പറയുന്നത്? വെൽ, ഐ ആം ഡിസൈഡിങ് ടു ടേൺ മൈ ലൈഫ് ഓവർ ടു ദ കെയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഗോഡ് ആസ് അണ്ടർസ്റ്റുഡ് ഹിം. ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് എന്റെ ജീവിതത്തെ തിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ആൻഡ് വാട്ട് ഈസ് മൈ ലൈഫ്? എന്താണ് എന്റെ ജീവിതം? മൈ ലൈഫ് ഈസ് നത്തിങ് മോർ ദാൻ മൈ ആക്ഷൻ. എന്റെ പ്രവൃത്തികളുടെ ഒരു കൂട്ടമാണ് എന്റെ ജീവിതം. വാട്ട് ഐ ആം റൈറ്റ് നൗ ആസ് ഓഫ് ദിസ് മൂമെന്റ്. ഞാൻ എന്താണ്? ഞാനിപ്പോൾ ഇപ്പോഴെങ്ങനെയാണ്? ഈ നിമിഷം എങ്ങനെയാണ്? ഇസ് എ സം അക്യുമുലേറ്റഡ് ടോട്ടൽ ഓഫ് ഓൾ ദ ആക്ഷൻസ് ദാറ്റ് ഐ ഹാവ് ടേക്കൺ ത്രൂ ഔട്ട് മൈ എൻറ്റയർ ലൈഫും. എനിക്കിപ്പോ 49 വയസ്സായി. 49 വയസ്സ് വരെ ഞാൻ ചെയ്ത ജീവിതത്തിലെ പ്രവൃത്തികളുടെ
റിസൾട്ടാണ് ഞാനിപ്പോ എന്താണെന്നും ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും അതിന്റെ ബേസിസിലാണ്. ദാറ്റ് ഹാസ് മേഡ് മീ വാട്ട് ഐ ആം ടുഡേ. അപ്പൊ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ആക്ഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് എന്താണെന്ന് വിവരിക്കുന്നത്. സിൻസ് ഓൾ ആക്ഷൻസ് ഈസ് ബോൺ ഈസ് തോട്ട്. എല്ലാ പ്രവൃത്തികളും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്നാണ്. then it stands to reason my life is going to be determined by how I think. അതുകൊണ്ട് ചിന്തയിൽ നിന്നാണ് ജീവിതം എന്താകുമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് മൈ തിങ്കിങ് ഈസ് ഓക്കെ, എന്റെ ചിന്തകൾ ഓക്കെ ആണെങ്കിൽ ചാൻസസ് ആർ മൈ ആക്ഷൻസ് വിൽ ബി ഓക്കെ, എന്റെ ആക്ഷൻസ് പ്രവൃത്തികളും ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ദെൻ ദ ചാൻസസ് ആർ മൈ ലൈഫ് ഗോയിങ് ടു ബി ഓക്കെ ടു. അങ്ങനെ എന്റെ പിന്നീടുള്ള എന്റെ ജീവിതത്തിലെ ചാൻസുകളും ഓക്കെ ആകും. ഇഫ് മൈ തിങ്കിങ് ഈസ് ലൗസി, എന്റെ ചിന്ത മോശമാണെങ്കിൽ ചാൻസസ് ആർ ദ ആക്ഷൻസ് ഐ ടേക്ക് വിൽ ബി ലൗസി. ചാൻസസ് ആർ ഐ എം ഗോയിങ് ടു ഹാവ് എ ഫോൾഡ് അപ്പ് ലൈഫ് ടു. അങ്ങനെ ഞാൻ എന്റെ ചിന്തകൾ മോശമാണെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരികയും എന്റെ ജീവിതത്തെ ഞാൻ ഹോമിക്കുകയും ചെയ്തു. അപ്പൊ പേജ് 63 വീണ്ടും പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട്. God, I offer my life to thee to build with me and do with me. Thou wilt relieve me of the bondage of self, that I may better to thy will take my difficulties, that victory over them may bear witness to those have the help of the power they love and the way they will be always. ഞാൻ വീണ്ടും പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഓടിച്ചു വായിക്കുന്നത്. Did you make this offer decision? If you have, your with the step 3 immediately implemented step 4 because our decision would have ourselves. അത് ഞാൻ അടുത്ത ആഴ്ച പറയാം. അപ്പൊ ചിന്തകളിൽ നിന്നാണ് പ്രവൃത്തികളിലേക്ക് പോവുക. അതാണ് ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അവർ ലൈവ്സ് വെയർ സെന്റേർഡ് ഓൺ ദ relentless pursuit of our own selfish desires. അപ്പൊ നമ്മുടെ സ്വാർത്ഥപരമായ കുറെ ചിന്തകളിൽ നിന്നാണ് നമുക്ക് പ്രവൃത്തികൾ വരുന്നത്. സോ ആസ് ദ റിസൾട്ട് ഓഫ് അവർ സെൽഫ് സെന്റേർഡ് തോട്ട്, അതെപ്പോഴും നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തകളായിരിക്കും. ലൈഫ് റൺ ഓൺ സെൽഫ് വിൽ. നമ്മുടെ ജീവിതം എപ്പോഴും സ്വാർത്ഥതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വി വെയർ ഓൾവേസ് ഇൻ കൊല്യൂഷൻ വിത്ത് സംതിങ് ഓർ സംബഡി. അതുകൊണ്ട് നമ്മൾ പലരോടും പലപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടു. സ്റ്റെപ്പ് ഓൺ ദ ടൂസ് ഓഫ് അവർ പെൽസ്. പലപ്പോഴും നമ്മൾ അവരുടെ സ്റ്റെപ്പിൽ, അവരുടെ കാലിൽ ചവിട്ടി. റിട്ടാലിയേറ്റ് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചടിച്ചു. വി ദെൻ ബിക്കം ആംഗ്രി, ഫിയർഫുൾ, ആക്ടഡ് ഇൻ ഹാംഫുൾ മാനർ. അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യക്കാരായി, ജീവിതത്തിൽ ഭയമുള്ളവരായി അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നീരസത്തിന് അടിമയായി. ആൻഡ് ദെൻ വി ജനറലി ഡ്രാങ്ക് യൂസ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് കുടിക്കുകയും യൂസ് ചെയ്യുകയും, which was the resultant action of our self-centered thoughts, selfishness, self-centeredness. അങ്ങനെ നമ്മൾ വീണ്ടും സെൽഫ് സെന്റേർഡ് തോട്ടിലേക്ക്, സ്വാർത്ഥപരമായ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും നമ്മൾ കടന്നു. ദാറ്റ് വി തിങ്ക് ഈസ് ദ റൂട്ട് ഓഫ് അവർ പ്രോബ്ലം. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അതാണ് നമ്മുടെ റൂട്ട് ഓഫ് മൈ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ 3 പേജിന്റെ വിവരണത്തില് നമുക്കറിയാം, അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നും മറ്റും എടുത്ത 6 പടികൾ ഡെവലപ്പ് ചെയ്ത് 12 പടികളാക്കി. പ്രത്യേകിച്ച് ആൽക്കോഡ് സെനമസിന്റെ പേജിന്റെ 160-161 പേജില് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ആ ബെഡിൽ കടക്കുന്നതും ആ ബെഡിൽ കടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് ഈ പ്രോഗ്രാമിനെ പറ്റി 12 പടികൾ എഴുതുന്നതും, അതിനകത്ത് മിക്കവാറും വില്യം ജെയിംസിന്റെയും ഡോക്ടർ സെൽഫോർത്തിന്റെയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ എല്ലാ ആശയങ്ങളും വന്നിട്ടുണ്ടെന്നും, പക്ഷേ ഗ്രാജുവലി അദ്ദേഹം ഇത് മറ്റു മധ്യാസക്തരായിട്ടുള്ള അന്നത്തെ കാലത്തെ സഹപ്രവർത്തകർക്ക് കൊടുക്കുകയും അവരുടെ എല്ലാവിധ ചേഞ്ചസും, അതാണ് തർക്കത്തോട് തർക്കമാണ്, അത് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നുള്ള ഒരു പക്ഷെ ഇതെല്ലാം മുങ്ങിപ്പോകുമെന്ന് പേടിച്ചു പോയിട്ടുള്ള തർക്കങ്ങൾക്കൊടുവിൽ പിന്നീട് അദ്ദേഹം അവരോട് എഗ്രി ചെയ്യുകയും ഞാൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഡോക്ടർ ബോബിന്റെ 6 സ്റ്റെപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 6 സ്റ്റെപ്പിനെ പറഞ്ഞു, നമ്മുടെ മൗത്ത് ടു മൗത്ത്, അതായത് വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുന്ന 6 സ്റ്റെപ്പുകളെ പറ്റി പറഞ്ഞു. അപ്പൊ അതായത് 3 ടോക്സ് ടു മെഡിക്കൽ സൊസൈറ്റി, അത് നമ്മൾ മലയാളത്തിൽ പലരും തിരുത്തി എഴുതിയിട്ടുണ്ട്, മലയാളത്തിലേക്ക് ആശയവിവരണം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് കോ ഫൗണ്ടർ ഓഫ് ആൽക്കോഹോളിസം പേജ് 8, അതായത് ഡോക്ടർ ബോബ് പേജ് 8, ദിസ് വാസ്
presentation given by Bill in April 1950 to the New York City Medical Society on Alcoholism. അതായത് നമ്മുടെ ബിൽ ഡബ്ല്യു മെഡിക്കൽ സൊസൈറ്റി ന്യൂയോർക്കിലെ മെഡിക്കൽ സൊസൈറ്റിക്ക് നൽകിയ ഒരു ഇതില് നമ്മുടെ പടികളെ പറ്റി പറയുന്നുണ്ട്. ഇൻ ഡിസ്ക്രൈബിംഗ് വിസിറ്റ് മെയ്ഡ് ബൈ ABT ടു ഹിസ് ഹോം, ബിൽ റോട്ട്, ബിൽ പറയാണ് AB എന്റെ വീട്ടിൽ സന്ദർശിച്ചു. നെക്സ്റ്റ് AB enumerated the principle he had learned from the Oxford group. ആ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം പഠിച്ച ആ പ്രിൻസിപ്പിൾസിനെ എന്നിൽ വിവരിച്ചു. ഇൻ സബ്സ്റ്റൻസ് ഹിയർ ദർ വേ മൈ ഫ്രണ്ട് അപ്ലൈഡ് വിത്ത് ദം ടു ഹിംസെൽഫ് 1934. 1934 എബി സ്വീകരിച്ച ആ സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. 1. എബി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് പവർലെസ് ടു മാനേജ് ഹിസ് ഓൺ ലൈഫ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതം അനിയന്ത്രിതമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. 2. ഹി ബിക്കെയിം honest with himself as never before made an examination of കോൺഷ്യൻസ്. അദ്ദേഹം മറ്റൊരു മനസാക്ഷി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ദൈവത്തിന് അതിനു മുമ്പുണ്ടാകാത്ത രീതിയിലുള്ള സത്യസന്ധതയോടുകൂടി സമീപിക്കാൻ തയ്യാറായി. 3. ഈ മേഡ് റിഗറസ് കൺഫെഷൻ. അദ്ദേഹം ആത്മാർത്ഥമായിട്ടുള്ള ഒരു കുമ്പസാരം നടത്തി, പേഴ്സണൽ ഡിഫക്ട്സ് കണ്ടുപിടിച്ചു, സ്വകാര്യ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചു. ക്വിറ്റ് ലിവിങ് അലോൺ വിത്ത് ഹിസ് പ്രോബ്ലം. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളോടുകൂടി ഒഴിവാക്കപ്പെട്ടു. 4. ഹി സർവൈവ്ഡ് ഹിസ് ഡിസ്റ്റോർട്ടഡ് റിലേഷൻ വിത്ത് അതർ പീപ്പിൾ, വിസിറ്റിംഗ് ദം ടു മേക്ക് വാട്ട് ആ മനസ്സിൽ. അതായത് അദ്ദേഹത്തിന്റെ ചുറ്റും അദ്ദേഹം നശിപ്പിച്ച ബന്ധുക്കള്, സ്വന്തക്കാര്, ആളുകളെയൊക്കെ അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും അവരുമായിട്ട് അമെൻഡ് ചെയ്യുകയും ചെയ്തു. 5. ഹി റിസോൾവ്ഡ് ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ് വിത്തൗട്ട് ദ യൂഷ്വൽ ഡിമാൻഡ്സ് ഫോർ പേഴ്സണൽ പ്രസ്റ്റീജ് ഓർ മെറ്റീരിയൽ ഗെയിൻ. ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്കോ സ്വകാര്യ നേട്ടങ്ങൾക്കോ അഭിമാനത്തിനോ വേണ്ടി അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായി. 6. ബൈ മെഡിറ്റേഷൻ ഹി സോട്ട് ഗോഡ്സ് ഡയറക്ഷൻ ഫോർ ഹിസ് ലൈഫ്. അദ്ദേഹം ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം സ്വീകരിച്ചു. ആൻഡ് ദ ഹെൽപ്പ് ടു പ്രാക്ടീസ് ദി പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട് അറ്റ് ഓൾ ടൈം. അദ്ദേഹം ഇത് ജീവിതത്തിലെ മുഴുവൻ സമയവും പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പോ ലാംഗ്വേജ് ഹേർട്ടിലും ആൽക്കോളിസം അനോണിമസിന്റെ കംസ് ഓഫ് ഏജിലും പാസിറ്റോണിലും ഈ പറയുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് എനിക്കിന്ന് ഈ പ്രത്യേകിച്ച് നമ്മൾ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ വളരെ പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ച് തീർക്കാതെ ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമുക്കിത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു ചരിത്രം പറഞ്ഞത്. ബിൽ ഡബ്ല്യു ആദ്യം എഴുതിയ ഹൗ ഇറ്റ് വർക്ക്സ് അല്ല ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹൗ ഇറ്റ് വർക്ക്സ്. ഇത് പലപ്പോഴും നമുക്ക് PDF ഒക്കെ ആയിട്ട് പല ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെയുള്ള. അപ്പൊ ഞാൻ അത് നോക്കിയാണ് വായിച്ചത്. അതുകൊണ്ട് ഇന്ന് ഹൗ ഇറ്റ് വർക്ക്സിന്റെ ആദ്യ ഭാഗം ഈ പറയുന്ന 12 പടികളുടെ വായനയുടെ അവിടം വരെ നിർത്താം. ബാക്കി അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് ഈ ഹൗ ഇറ്റ് വർക്ക്സ് വീണ്ടും സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നത് കൂടിയാണ്. ഇപ്പൊ എന്നെ സഹായിക്കുന്ന ഈ ഗ്രൂപ്പിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.